ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല സന്ധ്യാസമയത്തിനായി സ്തോത്രം. നിനക്ക് പ്രസാദമുള്ള ജനത്തെ കർത്താവ് നീ കൂട്ടി വരുത്തിയതിനായി സ്തോത്രം. നിന്റെ ശരീരമാകുന്ന സഭയെ കരുതുവാൻ വളർത്തുവാൻ പണിയുവാൻ കർത്താവെ നീ തന്നെ നിന്നെ കൊണ്ട് സത്യം ചെയ്തിരിക്കാൻ സ്തോത്രം. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ആകാശം ഭൂമി ഒഴിഞ്ഞു പോയാലും ഒഴിഞ്ഞു പോകാത്ത നിൻ്റെ വാഗ്ദത്തത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്, നിൻ്റെ കുഞ്ഞുങ്ങളാൽ ഞങ്ങൾ ഓരോരുത്തരെയും കൃപാസനത്തിലേക്ക് ഏൽപ്പിക്കുകയാണ്. ആ യാഗപ്പെടുത്തിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവ്, ഞങ്ങളുടെ ബലഹീനതകൾക്കും ഇത് നിൻ്റെ കൃപ കൊണ്ട് കവിഞ്ഞ് ഈ ദിവസത്തെ കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. തിരുവഴുത്തിലെ ധ്യാനിപ്പാൻ കർത്താവ് ഞങ്ങൾ കൃപ നൽകിയാട്ടെ. ഞങ്ങളുടെ ആരുടെയും ഹൃദയം കർത്താവ് കലങ്ങിപ്പോകാനിടവരാതെ നിൻ്റെ ആത്മാവിനെ താങ്ങുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നീതീകരണമായി, ഞങ്ങളുടെ രക്ഷയായി, ഞങ്ങളുടെ വീണ്ടെടുപ്പായി, ഞങ്ങളുടെ തേജസ്സായി ഇന്ന് വെളിപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഏറ്റവും ശ്രേഷ്ഠമായത് കർത്താവ് ചെയ്തതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് ചിന്തിക്കാനുള്ള വിഷയം ഇന്ന് തുടങ്ങിയുള്ള ക്ലാസ്സുകളാണെങ്കിൽ വളരെ ശ്രേഷ്ഠമായ ക്ലാസ്സുകളാണ്. ഇപ്പോൾ ഓൺലൈനിൽ കേൾക്കുന്നവർക്ക് ഇത് ഒരു പക്ഷേ റിപ്പീറ്റേഷനായിട്ട് തോന്നിയേക്കാം. നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ വിഷയങ്ങൾ ചിന്തിച്ചതാണ്. റോമാലേഖനത്തിൻ്റെ 8-ാം അധ്യായത്തിന് 1 തുടങ്ങി 4 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ 2-3 ആഴ്ചകളെടുത്ത് ചിന്തിച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് റിപ്പീറ്റേഷനായിട്ട് തോന്നുമെങ്കിൽ തന്നെയും ഇനി യൂട്യൂബിൽ കാണുന്നവരുണ്ട്, അവർക്കിതൊരു കണ്ടിന്യൂഷനുമായിട്ട് മനസ്സിലാക്കാൻ ഇടവരട്ടെ. അപ്പോൾ ഇന്ന് ഡേ 15th ആണ് ക്ലാസ്സുകളുടെ. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചു വന്നു. ഡേ 1 to 14 വരേക്ക് നാം ചിന്തിച്ചത് ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണ്. ചാപ്റ്റർ 1 and 2 എല്ലാവരും, ഇവൻ യഹൂദന്മാരും ജാതികളും, കാരണം റോമലേഖനം എഴുതുന്ന സമയത്ത് യഹൂദന്മാരും ജാതികളിൽ തന്നെ ക്രിസ്ത്യൻഡത്തിലുള്ള മറ്റ് മതവിഭാഗങ്ങളില്ലായിരുന്നു. ഇതെപ്പോഴും ഇക്കാലഘട്ടത്തിൽ സുവിശേഷം നാം കേൾക്കുമ്പോഴും പറയുമ്പോഴും ദേവദാസന്മാരാകട്ടെ വിശ്വാസികളാകട്ടെ ഏവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ലേഖനങ്ങൾ എഴുതിയ കാലഘട്ടത്തിൽ സുവിശേഷത്തിന് എതിർ നിന്ന ഒരു കൂട്ടരെന്ന് പറയുന്നത് ജൂഡായിസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജൂഡായിസത്തിന് ശേഷം പിന്നീട് വന്നതാണ് വീണ്ടും അല്പമായിട്ട് വകതിരിവുകളൊക്കെ വന്നിട്ടുള്ള വിഭാഗങ്ങൾ പലതുണ്ടായിരുന്നു. എന്നാൽ ജാതികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തീർത്തും അജ്ഞതയിലിരുന്ന വിഷയമായിരുന്നു, ടോട്ടൽ ഡാർക്ക്നെസ്സിലിരുന്ന വിഷയമായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇതെപ്പോഴും മനസ്സിലാക്കണം. വചനം കേൾക്കുന്നവരും മനസ്സിലാക്കണം, വചനം പ്രസംഗിക്കുന്നവരും പഠിപ്പിക്കുന്നവരും മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം. കാരണം ഇന്ന് ഈ 21-ാം നൂറ്റാണ്ടിൽ ഈവൻ സോഷ്യൽ മീഡിയ എത്രമാത്രം പ്രചരിച്ചിരിക്കുന്ന കാലത്ത് ലേഖനങ്ങൾ എഴുതിയിരിക്കുന്ന കാലഘട്ടത്തെക്കാളൊക്കെയും വളരെ അഡ്വാൻസായിട്ട് ഓരോരുത്തരും തന്നെ ദൈവവചനം എടുത്ത് വായിച്ച് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. സമർപ്പണമുണ്ടെങ്കിൽ. ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല, ദൈവത്തിൻ്റെ ആത്മാവ് ഗ്രഹിപ്പിച്ചു തന്നാൽ സാധിക്കും. ഈ ലേഖനങ്ങൾ എഴുതുന്ന കാലഘട്ടത്തിൽ അന്നുണ്ടായിരുന്ന വിശ്വാസികളുടെ കയ്യിൽ ഇന്നുള്ളതുപോലെ സമ്പൂർണ്ണ ബൈബിളില്ല. പഴയ നിയമത്തിൽ തോറയും താൽമുടിലും മശിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളായിരുന്നു. അവർ ഈ യേശു തന്നെയാണ് നിങ്ങൾ കാത്തിരുന്ന മശിഹ എന്ന് സ്ഥാപിക്കുകയായിരുന്നു ചെയ്തത് തിരുവെഴുത്തുകളിൽ കൂടെ. എന്നാൽ ഇന്ന് കടന്നു പോകുന്ന പുതിയ നോളജുകളും ഐഡിയോളജികളും തിയറികളും എല്ലാം കൊണ്ടുവന്നിട്ട് അടിസ്ഥാനപരമായിട്ട് മനുഷ്യനെ വളരെ ലളിതമായിട്ട് മനസ്സിലാക്കി ക്രിസ്തു ആരാണെന്നും ഞാൻ ആരാണെന്നും എനിക്ക് എന്ത് സംഭവിച്ചു, ക്രിസ്തുവിൻ്റെ ഡീപ്പ് നെസസിറ്റി എനിക്ക് എന്തുകൊണ്ട് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കാൻ ദൈവത്തിൻ്റെ ആത്മാവിന് വളരെ സാധിക്കും. എന്നാൽ വളരെ കുഴഞ്ഞു മറിഞ്ഞ വിധത്തിൽ ഡിഫറെൻറ്റ് തിയറികളും ഐഡിയോളജികളും ഓരോരോ മതവിഭാഗങ്ങൾ അവരിൽ ആത്മാക്കൾ ആരും തന്നെ രക്ഷ പ്രാപിക്കാതിരിക്കത്തക്ക വേണം. യൊരോബിയാമിൻ്റെ കാലത്ത് കാളക്കുട്ടി ഉണ്ടാക്കി, ദാനിലും ബെർശിമിനും കാളക്കുട്ടികളുണ്ടാക്കി, ഇതാ ഇസ്രായേലിൽ നിന്നെ മിസ്ര ദേശത്തു നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന ദൈവം, ഇനി സത്യാരാധന നടക്കുന്ന യെരുശലേമിലേക്ക് നിങ്ങൾക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ കൂട്ടത്തിൽ ഒതുക്കി വെച്ചു നോർത്തേൺ കിങ്ഡത്തിന്, ഇസ്രായേൽസിന്. അതുകൊണ്ട് എന്തായി? അവൻ്റെ കുടുംബ നാമാവിശേഷമായി കാരണമായി തീർന്നു. യൂറോപ്പിൻ്റെ വഴി എന്നൊരു വഴി തന്നെ, കായിൻ്റെ വഴി അതുപോലെ യൂറോപ്യമിൻ്റെ വഴി എന്ന ഒരു വഴി തന്നെ വന്നു. ഇന്നും അതുതന്നെ സംഭവിക്കുന്നത്.
ദൈവത്തിൻ്റെ നേച്ചറിനോ ദൈവത്തിൻ്റെ നീതിക്കോ മാറ്റമില്ല. പക്ഷെ ഇന്ന് പുതിയ 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 തിയോളജി അല്ലാതൊന്നും പുതിയ പുതിയ തിയറികൾ കൊണ്ടുവന്നിട്ട് ദൈവസ്നേഹം തന്നെ കരുണയുടെ കർത്താവ്, കൃപയുടെ കർത്താവ് എന്നൊക്കെ ഫൂളിഷ്നെസ് കൊണ്ടുവരാം. ദൈവത്തിൻ്റെ ജസ്റ്റിസിന് മാറ്റമില്ല എന്ന് ശരിക്കും മനസ്സിലാക്കിയാൽ മാത്രമേ ഈ റോമാലേഖനത്തിൽ കൂടെ ക്രിസ്ത്യൻ വിശ്വാസത്തിൻ്റെ ഫൗണ്ടേഷൻ എന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ വെറുതെ കേട്ട് ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. ക്രിട്ടിസൈസ് ചെയ്യുന്തോറും നിൻ്റെ ഹൃദയം കഠിനപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇനിയോ നമുക്ക് അല്പമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയം, ഈ റോമാലേഖനം 8-ാം അധ്യായം തുടങ്ങി ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇത് വിശ്വാസിക്കുള്ളതാണ്. റോമാലേഖനത്തിൻ്റെ 1-ാം അധ്യായം തുടങ്ങി 7-ാം അധ്യായത്തിൻ്റെ അവസാനം വരെയുള്ള വാക്യങ്ങൾ ഒരുവന് കേട്ട് വിശ്വാസത്തിലേക്ക് വരുവാൻ ആസ്പദമായ ഉപദേശങ്ങളാണ്. ശരിക്കും മനസ്സിലാക്കണം, റോമാലേഖനത്തിൻ്റെ 1-ാം അധ്യായം തുടങ്ങി 7-ാം അധ്യായത്തിൻ്റെ അവസാനം വാക്യം വരേക്കും ക്രിസ്തുവിൻ്റെ ഡീപ്പ് നെസസിറ്റി എന്താണെന്ന് സാധാരണ അവനവൻ കൈകാര്യം ചെയ്ത ഭാഷയിൽ മലയാളം ബൈബിളോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ബൈബിളോ അവനവൻ്റെ ലാംഗ്വേജിലുള്ള ബൈബിൾ എടുത്ത് വായിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഒരാൾ വിശദീകരിച്ച് തരികയോ ചെയ്താൽ വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് യേശു ക്രിസ്തുവിൻ്റെ നെസസിറ്റി, പ്രസൻസ് എൻ്റെ സോളിൽ ആവശ്യകത എന്താണ്. ദ ഡീപ്പ് നെസസിറ്റി ഓഫ് ക്രൈസ്റ്റ് വിത്തിൻ മീ വളരെ കാര്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ മനസ്സിലാക്കി എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ആത്മാവ് മരിച്ചിരിക്കുന്ന അവസ്ഥയാണെന്നും എൻ്റെ യാത്ര നിത്യമായ നരകത്തിലേക്കാണെന്നും ഇതെൻ്റെ സോളിന് വളരെ ഡേഞ്ചറസ് ആണെന്നും അത് ശരിക്കും മനസ്സിലാക്കി, തിയറി മാത്രമല്ല സോള് ശരിക്കും മനസ്സിലാക്കി പരിശുദ്ധാത്മാവ് ഇടപെടുമ്പോൾ ഇപ്പോഴത്തെ എൻ്റെ സോളിൻ്റെ അവസ്ഥ എന്താണ്, പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ചുള്ള അവസ്ഥ എന്താണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന് ഒരു സോള് മനസ്സിലാക്കിയാൽ മാത്രമേ അവൻ ക്രിസ്തുവിനെ, നിത്യജീവൻ ഉറവിടമായിരിക്കുന്ന ക്രിസ്തുവിനെ തേടുകയുള്ളൂ. അല്ലാത്തോടത്തോളം തേടുകയില്ല. എത്ര വലിയ തിയറി പഠിപ്പിച്ചാലും, എത്ര വലിയ PhD എടുത്താലും, മൾട്ടിപ്പിൾ PhD എടുത്താലും, he cannot unless otherwise his soul recognize the deep necessity of Christ. അത് വരണമെങ്കിൽ അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്നൊരവസ്ഥയിലേക്ക് വരണം. അപ്പോൾ എന്തായി? അവന്റെ പാപം വെളിപ്പെടും. പാപത്തിന്റെ മരണത്തിന്റെ പ്രമാണം അവന് വസിക്കുന്നുണ്ട്, അവന് മനസ്സിലാകും. അതേ സമയത്ത് പാപത്തിന്റെ മരണത്തിന്റെ പ്രമാണം സ്വയമായിട്ട് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ലെന്ന് മനസ്സിലാകും. അതിന് പല പ്രാവശ്യം ശ്രമിച്ചു നോക്കി കുഴയുന്നതല്ലാതെ ചിലപ്പോൾ അത് മനസ്സിലാക്കി തരുവാൻ തക്കവണ്ണം നമ്മുടെ ഫിസിക്കൽ നേച്ചറിനെ ഒന്ന് താഴ്ത്തുവാൻ തക്കവണ്ണം ദൈവം സ്നേഹിക്കുന്നവനായ ദൈവം നീ നിത്യമായ നരകത്തിൽ കോടി കോടി വർഷങ്ങൾ കടന്ന് നിന്റെ സോൾ വെന്തരുന്നതിനേക്കാൾ തൻ്റെ പുത്രൻ അല്പസമയം വെന്തരുന്ന് നല്ലെന്ന് കണ്ട് നിനക്ക് വേണ്ടി തന്ന ആ ദൈവസ്നേഹം നിന്നെ ഒരു പക്ഷെ തളർത്താം, സാമ്പത്തികമായിട്ട് തളർത്താം, ആരോഗ്യപരമായിട്ട് തളർത്താം. പല രീതിയിലും നിനക്ക് മനസ്സിലാകുന്ന വിധത്തിൽ കർത്താവ് നിന്നോട് ഇടപെടാം. നിന്നെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ സ്നേഹമാണത്. അത് ശാപമല്ല, അത് സ്നേഹമാണ്. നിന്നെ ഒന്ന് താഴ്ത്തി നിന്റെ ആവശ്യകത, ക്രിസ്തുവിന്റെ ആവശ്യകത എന്താണെന്ന് മനസ്സിലാക്കി തന്നെയാണ്. എന്നിട്ട് ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയോട് പറയാണ്, സ്തോത്രം, അതുകൊണ്ട് there is therefore now no condemnation to those who are in Christ Jesus. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. പ്രത്യേകിച്ചും യൂട്യൂബിൽ നിന്ന് കേൾക്കുന്നവരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ലൈവ് കേൾക്കുന്നവരും മിക്കവാറും എല്ലാവരും വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച കാര്യങ്ങളാണ്, അവരുടെ വ്യക്തിപരമായ ജീവിതം അനുഭവിച്ചതാണ്. ഇവിടെ അതുകൊണ്ട് ഇപ്പോൾ എന്ന 2 വാക്കിന് വളരെ ഡീപ്പ് മീനിങ് ഉണ്ട്. എന്തുകൊണ്ട് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ റോമാലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം തുടങ്ങി 7-ാം അധ്യായത്തിന്റെ അവസാന വരെയുള്ള വാക്യങ്ങളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ശരിക്കും മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ അതുകൊണ്ട് അല്ലെങ്കിൽ there is therefore എന്ന വാക്കിന് മീനിങ് മനസ്സിലാകുകയുള്ളൂ. അല്ലാത്തോടത്തോളം ഇവിടുന്ന് തുടർന്ന് വായിച്ച ഞാനും ക്രിസ്ത്യാനിയാ, ഞാൻ സ്വർഗത്തിലേക്ക് പാസ്പോർട്ട് ടിക്കറ്റ് പിടിക്കുക, ഞാനും കുഞ്ഞായിരുന്നപ്പോൾ സ്നാനമേറ്റതാണ്, മാമോദിശ മുങ്ങിയതാണെന്നൊക്കെ പറഞ്ഞിരിക്കും. ഞാൻ വലിയ കുടുംബത്തിലെ, വലിയ സമൂഹത്തിലെ, വലിയ മതത്തിലുള്ളതാണ്, പെന്തിക്കോസ്ത് പാസ്റ്ററിന്റെ മകനും മകളായിട്ട് ജനിച്ചതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. നോ വേ, നിനക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. ഞാൻ വളരെ പച്ചയായിട്ട് പറയുക. അതുകൊണ്ട് എന്നതിന്റെ അർത്ഥം നീ ഒന്ന് അന്വേഷിച്ച് നോക്കുക. എന്തുകൊണ്ട്? ഒരു ചോദ്യം തിരിച്ചു നോക്കിയ എന്തുകൊണ്ട്. അപ്പോൾ റോമാലേഖനത്തിന് 1 തുടങ്ങി
7-ാം അധ്യായത്തിന്റെ അവസാന വരെ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എങ്ങനെ എഫക്റ്റ് ആകുന്നു എന്ന് നിനക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരും. അതിന് വിശദീകരിക്കുന്ന ക്ലാസ്സുകൾ കഴിഞ്ഞ 14 ക്ലാസ്സുകളിൽ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സമയമെടുത്ത് കണ്ടെത്തിയാൽ നിങ്ങളുടെ സോളം നിത്യ യുഗങ്ങൾ ക്രിസ്തുവിനോടും അവന്റെ വിശുദ്ധന്മാരോടും കൂടെ സ്വർഗീയ ആനന്ദത്തിൽ സന്തോഷത്തിൽ വാഴുവാൻ സാധ്യമായി ഇടവരും. അടുത്താണ് ഇപ്പോൾ, നൗ എന്ന് പറയുന്നത് പ്രസന്റ് ടെൻസ് ആണ്. എപ്പോൾ ഇടപെടുന്നോ ഇത് നീ ശരീരത്തിൽ നിന്ന് വേർപെട്ടാലും വേർപെട്ടതിന് ശേഷവും നിത്യ യുഗങ്ങളിലും ക്രിസ്തുവേശുവിൽ തന്നെയാണ് വസിക്കുന്നത്. അവരോട് പറയാണ് ഇനി ഒരു ശിക്ഷാവിധിയുമില്ല. നിന്റെ വ്യക്തിപരമായ സോളിൽ മേൽ ഒരു ശിക്ഷാവിധിയുമില്ല. കാരണം അത് മനസ്സിലാക്കണമേ. റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 25 തുടങ്ങി 24, 25, 26 വാക്യങ്ങൾ ചിന്തിക്കണം. സ്തോത്രം. അവിടെയാണ് കവനന്റ് ഓഫ് റിഡംഷൻ എന്ന കാര്യത്തില് പിതാവാദേയും പുത്രനായ ദൈവം എന്നുള്ള കവനന്റില് സ്തോത്രം ഈ വീട് പോയ ആദാമിന്റെ സന്തതികളെ വീണ്ടെടുക്കാനുള്ള പ്ലാൻ എങ്ങനെയാണ് ഒരുക്കിയിരിക്കുന്നത്. കൃപയാൽ വിശ്വാസം പോലെ നാം രക്ഷിക്കുന്നു. എങ്ങനെയാണ് വിശ്വസിക്കുന്നവർക്ക് നീതി സൗജന്യമായി കണക്കിടുന്നത്, അവന് പരസ്യമായി നിർത്തിയിരിക്കുന്നത് എങ്ങനെയാണ്, അറ്റോൺമെന്റ് എന്താണ്, കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ക്രിസ്തുവേശുവിൽ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ നടക്കുന്ന സംഭവമല്ല. Throughout the life, even in eternity, you cannot live fraction of second even without Christ, because you yourself does not have any life. ലൈഫ് എന്ന് പറയുന്നത് ക്രിസ്തുവിൽ മാത്രമുള്ളൂ. ക്രിസ്തു നിന്നിൽ ഉണ്ടെങ്കിൽ നിനക്ക് ലൈഫ് ഉണ്ട്. ക്രിസ്തു നിന്നിൽ ഇല്ലെങ്കിൽ നിനക്ക് ലൈഫ് ഇല്ല. I'm not talking about the physical life, the spiritual life. സ്തോത്രം. അപ്പോൾ ഈ 8-ാം അധ്യായത്തിന്റെ 1 തുടങ്ങി ഉള്ള വാക്യങ്ങൾ ഇത് പറയുന്നത് ഒരു ക്രിസ്തുവിൽ വസിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചാണ്. ഇത് ശരിക്കും മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനെ ക്രിസ്തുവിൽ വസിക്കുന്ന ഒരു ദൈവ പൈതലിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചിന്തിച്ചു. നമുക്ക് സ്വയമായിട്ട് നമ്മൾ പാപം വസിച്ചിരുന്നത് കൊണ്ട് സ്തോത്രം നമുക്ക് സ്വയമായിട്ട് അതിൽ നിന്നൊരു സ്വാതന്ത്ര്യം സാധ്യമല്ല. നമ്മുടെ ഫ്രീ വില്ലില് നമ്മളൊരു ഇമോഷനിൽ നടക്കുന്ന ഒരു കാര്യമല്ല ദൈവം കണക്കിടുന്നത്. നമ്മുടെ ഫ്രീ വില്ലിനെ ദൈവം നമുക്ക് തന്നിരുന്ന സ്വതന്ത്രമായ നമ്മുടെ പ്രാണനിലുള്ള സ്തോത്ര വില്ലിനെ നാം പാപത്തിന് അടിമകളാക്കി സമർപ്പിച്ചു. അതുകൊണ്ട് പാപം നമ്മളിൽ കർത്തൃത്വം നടത്തി അതിന്റെ മോഹം നമ്മെ കൊണ്ട് നിവർത്തിക്കുകയാണ്. നമ്മുടെ സോളിലെ ഇച്ഛകളായിക്കോട്ടെ, നമ്മുടെ ചിന്തകളായിക്കോട്ടെ, നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തികളായിക്കോട്ടെ, ഐദർ സ്പിരിച്വൽ ഓർ മെറ്റീരിയൽ, പാപത്തിന്റെ ദാസന്മാരെന്ന് വിളിക്കപ്പെടുകയാണ്. അതേ അവസ്ഥയില് നമ്മുടെ ഇന്റേണൽ ഫാക്കൽറ്റീസിനോ നമ്മുടെ എക്സ്റ്റേണൽ ഫാക്കൽറ്റീസിനോ യാതൊരു വിധത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ചസ് വരാതെ, ഡിസൈൻ ചേഞ്ചസ് വരാതെ, കൺസ്ട്രക്ഷണൽ ചേഞ്ചസ് വരാതെ അതേ പ്രാണനെയും ആത്മാവിനെയും ശരീരത്തെയും പാപത്തിന് അടിമകളാക്കി എങ്ങനെ സമർപ്പിച്ചുവോ അതേപോലെ നമ്മുടെ പ്രാണനും അത് പ്രത്യേകിച്ചും അതിനെ നമ്മുടെ ഫ്രീ വില്ലിനെ ദൈവത്തിന് അടിമയാക്കി, നീതിക്ക് അടിമയാക്കി സമർപ്പിക്കുക. അതാണ് റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ നാം ചിന്തിച്ചത്. നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച്, കേട്ട് മാത്രമല്ല അനുസരിച്ച് പാപത്തിന്റെ ദാസത്വം വിടുതൽ പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി തീരാം. അപ്പോൾ പഠിപ്പിക്കുന്നത് കേൾക്കുക, വിശ്വസിക്കുക, അനുസരിക്കുക. അപ്പോൾ നമ്മുടെ വിത്തിന്റെ ഉപ വരുന്നുണ്ട്. വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ടതായി ചിലത് വഴിയരികെ വീണു, പക്ഷികൾ എടുത്തുകൊണ്ട് പോയി. ചിലത് പാറസ്ഥലത്ത് വീണു, പെട്ടെന്ന് മുളച്ചു, വേരിലായില് വേര് തട്ടിപ്പോൾ വാടിപ്പോയി. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു, മുള്ളുകൂടെ അരുകൂടെ വളർന്നു, മുള്ളു പറക്കാരി അവര് ഞെരുക്കി കളഞ്ഞു, ഫലം ചായ്ക്കാൻ പറ്റിയില്ല. മറ്റു ചിലത് നല്ല നിലത്ത് വീണു, അതിൽ തന്നെ 30, 60, 100 പേരെയും വിളഞ്ഞതേ ഉള്ളൂ. അപ്പോൾ വഴിയരികെ വീണത് കേട്ട് ഗ്രഹിക്കാത്തവരാകുന്നു. വചനം കേട്ടു, അതിന്റെ മീനിങ് ഒന്നും ഗ്രഹിച്ചില്ല, ചിന്ത വല്ലോടത്തായി പോയി. അവരെ വഴിയരികെ വീണ വിത്ത് സേറ്റൻ വന്ന് ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട അതിനെടുത്തു കൊണ്ടുപോകുന്നു. മറ്റത് പാറസ്ഥലത്ത് വീണ വിത്ത് ഒരു ഇമോഷൻ ഡെവലപ്പായി. വചനം കേട്ടു, പെട്ടെന്ന് ഒരു ഇമോഷൻ ഡെവലപ്പായി, എനിക്ക് സ്വർഗത്തിൽ പോകാം. ഫ്രീ വില്ലിന്റെ അടിമത്വം സ്വതന്ത്രമായിട്ടില്ല, പാപബോധമുള്ളതായിട്ട്. ഇതാണ് ഈ ഉപരിവിപ്ലവ പ്രാസംഗികരൊക്കെ ഉപയോഗിക്കുന്നത്. ഒരു നോളജ് നിങ്ങളുടെ ഇമോഷൻ, നിങ്ങളുടെ മൈൻഡിലേക്ക് കടത്തിവിട്ട് നിങ്ങളുടെ ഇമോഷൻ ഇളക്കിയിട്ട് ഇമോഷനിൽ ഒരു കാര്യം നടക്കുന്നു. ഇമോഷനിൽ നടക്കുന്ന കാര്യമല്ല വിശ്വാസം, നിങ്ങളുടെ ഫ്രീ വില്ലിൽ നടക്കേണ്ട കാര്യമാണ്. സ്തോത്രം.
അതായത് നിങ്ങൾ നല്ല തീരുമാനത്തോടു കൂടെ, നല്ല ഉറപ്പോടുകൂടെ നിങ്ങളുടെ ഫ്രീ വില്ലിനെ പാപത്തിന്റെ ദാസിദാസന്മാരെ അടിമകളാക്കി വെച്ചതുപോലെ ഇപ്പോൾ നല്ല ഒരുക്കത്തോടുകൂടെ എനിക്ക് വേണ്ടി ജീവനെ തന്ന് മരിച്ചുയർത്തെന്നവനെ ക്രിസ്തുവിനെ, എൻ്റെ പ്രാണന്റെ, എൻ്റെ ഫ്രീ വില്ലിന്റെ സ്തോത്രം മുഴുവൻ നിയന്ത്രണം ഞാൻ ഏൽപ്പിക്കുകയാണ്. പിന്നെ കണ്ടു നോക്ക് എന്തായിരിക്കും ജീവിതത്തിന്റെ സന്തോഷമെന്ന്. പ്രതികൂലം ഉണ്ടാവില്ലെന്നല്ല, വലിയ പ്രതികൂലം ഉണ്ടാവും, പക്ഷെ അവൻ താങ്ങിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അതിനെ നാം പരസ്യമായിട്ട് സിഗ്നിഫൈ ചെയ്യുന്ന ഫസ്റ്റ് ഒബീഡിയൻസ് ആണ് ബാപ്റ്റിസം, ആഫ്റ്റർ ബാപ്റ്റിസം പറഞ്ഞത്. ഇതിനെ പ്രത്യേകിച്ച് 2 ക്ലാസ് അതിനുവേണ്ടി നമ്മൾ സ്പെയർ ചെയ്തു, അതുകൊണ്ട് ഞാൻ അവിടേക്ക് കടക്കുന്നില്ല. അപ്പോൾ 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ദ കവനന്റ് ഓഫ് ഗ്രേസിലെ ഒരു മെമ്പറാണ്. കവനന്റ് ഓഫ് ഗ്രേസ് എന്ന് പറയുന്നത് പേഴ്സണലി വിശ്വസിക്കുന്ന വ്യക്തിയും ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധമാണ്. ഇത് ശരിക്കും മനസ്സിലാക്കണം. ഒരു ചർച്ചായിട്ടോ ഒരു പാസ്റ്ററുമായിട്ടോ ഒരു ഡിനോമിനേഷനായിട്ടോ ഒന്നുമായിട്ടുള്ള ബന്ധമല്ല. ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവും ഈ വിശ്വസിക്കുന്ന വ്യക്തി പേഴ്സണൽ ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ്. അതാണ് പുതിയ നിയമം എന്ന് പറയുന്നത്. അതായത് മത്തായി സുവിശേഷം തുടങ്ങി വെളിപ്പാട് പുസ്തകത്തിന്റെ 22-ാം അധ്യായത്തിന്റെ അവസാന വാക്യം വരെയുള്ള ഭാഗത്തിന് പുതിയ നിയമം എന്ന് പറയുന്നുണ്ടെങ്കിൽ അതല്ല പുതിയ. നീയും ഉയർത്തെഴുന്നേറ്റവരെ ക്രിസ്തുമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ആണ്, ഒരു കവനന്റ് ആണ്. അപ്പോൾ ഓരോ കവനന്റും നിലനിൽക്കണമെങ്കിൽ അതിന് പ്രത്യേക കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഇവിടേക്ക് റോഡ് പണി നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ടല്ലോ. നാഷണൽ ഹൈവേയുടെ അതോറിറ്റി, സെൻട്രൽ ഗവൺമെന്റ് നാഷണൽ ഹൈവേയുടെ അതോറിറ്റി ഏതെങ്കിലും മെയിൻ കോൺട്രാക്ടർക്ക് കോൺട്രാക്ട് കൊടുക്കുന്നു. ആ കോൺട്രാക്ട് പിന്നെ പല പല സബ് കോൺട്രാക്ടേഴ്സിനും കൊടുത്തുകൊണ്ട് വർക്ക് നടക്കുന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വർക്കിന്റെ പ്രോഗ്രസിനനുസരിച്ച് കൊണ്ട് പേയ്മെന്റ് കൊടുക്കുകയുള്ളൂ. അത് വർക്ക് നടക്കുമ്പോൾ ഓരോരോ സ്റ്റേജിലും അതിന് ക്വാളിറ്റി ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. ആ ഓരോരോ ടെസ്റ്റുകളും പാസ്സായാൽ മാത്രമേ അതിനോട് കറസ്പോണ്ടന്റ് ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള പണം റിലീസ് ചെയ്യുകയുള്ളൂ. അല്ല തോന്നിയ പോലെ പണി നടത്തി, തോന്നിയ പോലെ ഞങ്ങൾക്ക് റോഡ് ഉണ്ടാക്കി, ഒരു മഴ പെയ്യുമ്പോൾ ഒഴിച്ചു പോകുന്ന റോഡാണ് ഉണ്ടാക്കിയതെങ്കിൽ പണം കൊടുക്കുകയില്ല. പക്ഷെ നമ്മുടെ ഇവിടെ പല കള്ളത്തരം നടക്കും. ഞാൻ തിയറി പറയുകയാണ്. ഇതേപോലെയാണ് ക്രിസ്തുമായിട്ടുള്ള കവനന്റ് എന്ന് പറയുന്നത്. കവനന്റിനെ നിലനിർത്തുന്നതായ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. If one of the term or condition is failed, the covenant is broken. ക്രിസ്തുവുമായിട്ട് ഞാൻ അനുസരണത്തിൽ തികഞ്ഞുകൊള്ളാം. ഞാൻ കൃപയിലാണ് ആശ്രയിക്കുന്നത്, എന്റെ കഴിവിലല്ല, എന്റെ നീതി പ്രവർത്തികളിലല്ല. ഇറ്റ്സ് എ ഗ്രേസ്. ആ കവനന്റിനെ വിളിക്കുന്ന പേരാണ് the covenant of grace. It is between Christ resurrected and the believer. നിങ്ങളെ പണിതെടുക്കുവാനും നിങ്ങളെ താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭയെ മേയിപ്പാൻ പരിശുദ്ധാത്മാവ് ഭരമേൽപ്പിക്കുന്നവരാണ് ഈ എളിയവരായ ഞങ്ങൾ. നിങ്ങളെ സ്നേഹിച്ച് തങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവനം നൽകി താനുമായിട്ടൊരു ഉടമ്പടി കൊണ്ടുവന്ന് സ്തോത്രം നിങ്ങളെ മേയിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാ അവസ്ഥകൾക്കും നിങ്ങളുടെ മുമ്പിൽ നിങ്ങളെ വളർത്തിയെടുത്ത് ക്രിസ്തു എന്ന തലയോളം വളർത്തി സകലത്തിനും വളർത്തി അവന്റെ മുമ്പിൽ എപ്പോഴും പ്രസന്റ് ചെയ്യുക. ഇപ്പോഴും ഓരോ ദിവസവും ഓരോ സെക്കൻഡിൽ ഓരോ പ്രവൃത്തിയിൽ ഓരോ ആക്ഷൻസിൽ ഓരോ തോട്ടില് നിങ്ങൾ ക്രിസ്തുവിൽ നിലനിർത്തി പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ എളിയവർക്ക് തന്നിരിക്കുന്ന ഡ്യൂട്ടി. ഇതില് ബലഹീന അവിശ്വസ്തരായി തീർന്നാല് ഞങ്ങളുടെ രക്ഷ പോലും നഷ്ടപ്പെടും. ദുഷ്ടദാസനെ എന്ന് വിളിക്കപ്പെടാൻ ഇടയായിത്തീരും. അപ്പോൾ അതിനകത്ത് എന്തുണ്ട്? ശാസനയുണ്ട്, തർജനങ്ങളുണ്ട്, ഉപദേശങ്ങളുണ്ട്. സ്തോത്രം. ഇതെല്ലാം ഹൃദയപൂർവ്വം അനുസരിച്ച് നീ ആരെന്നെ ഉപദേശിക്കാൻ, എനിക്കിതൊക്കെ തന്നെ മറ്റേ അറിഞ്ഞുകൂടെയോ എന്ന് പറഞ്ഞാൽ കർത്താവേ മോശയുടെ എത്ര പ്രാവശ്യം കല്ലെറിയാൻ പോയി. കർത്താവ് എടിയിൽ നിൽക്കായിരുന്നു മോശ. കർത്താവേ സ്തോത്രം. നിന്റെ സഹോദരൻ നിന്നോട് 7 പ്രാവശ്യം ക്ഷമിച്ചാൽ മതിയോ? കർത്താവ് എന്ന് പറഞ്ഞ 70 പ്രാവശ്യം. ഇന്നത്തെ കാലത്ത് 70 പോരാ, 700 പ്രാവശ്യം വേണ്ടി വരും. കാരണം മനുഷ്യൻ നോളജിൽ കൂടുതൽ വന്നു, സ്വയമായിട്ട് വചനം വായിക്കാൻ മനസ്സിലാവാൻ തുടങ്ങി. അപ്പോൾ കുറേശ്ശെ അവിടുന്ന് വേണ്ടത്ര ഇൻഫ്ലുവൻസ് വരാൻ തുടങ്ങുമ്പോൾ ഇത്രയും ആവശ്യമുണ്ടോ? പല വിധത്തിലും നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, ഈ വീണ്ടും ജനം പ്രാപിച്ചു വന്ന വ്യക്തി ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നുണ്ട്. സ്തോത്രം. അവന് 3 വിധ ശത്രുക്കളാണുള്ളത്. ദ ഡേ യു ബോൺ അഗെയിൻ, നീ ഉയർത്തെഴുന്നേറ്റവനെ ക്രിസ്തുമായിട്ട് ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തു. അവന്റെ ഉള്ളം കയ്യിലാണ് നിന്നെ വെച്ചിരിക്കുന്നത്, വരച്ചിരിക്കുന്നത്. അവനെ ഇത് പിടിച്ചു പറിക്കാൻ ആർക്കും സാധ്യമല്ല. അവനേക്കാൾ വലിയവൻ ആരുമില്ല. അവയെ തന്നിരിക്കുന്ന പിതാവ് എല്ലാവരിലും വലിയവൻ. സ്റ്റിൽ യു ഹാവ് 3 enemies. ഒന്ന് സാറ്റാനിക് കിങ്ഡം, മറ്റൊന്ന് ദ ഫ്ലഷ് വിത്തിൻ യു,
മറ്റൊന്നാണ് ദ വേൾഡ് അറൗണ്ട് യു. ഇതിനുള്ള ഇൻഫ്ലുവൻസ് എപ്പോഴും നമ്മുടെ സോളിലേക്ക് വരാം, നമ്മുടെ മൈൻഡിലേക്ക് വരാം. അതിനോട് കറസ്പോണ്ടന്റ് ആയിട്ടുള്ള ഇമോഷൻ ഡെവലപ്പ് ആവും. അപ്പൊ നിനക്ക് തോന്നും ഇത്രയൊക്കെ ആവശ്യമുണ്ടോ, അവർ സ്വർഗത്തിൽ പോവില്ലയോ, നിങ്ങൾ മാത്രം സ്വർഗത്തിൽ പോവുകയുള്ളോ, ഇത്രയൊക്കെ സഹിക്കേണ്ട ആവശ്യകതയുണ്ടോ, അവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, അവർ സ്വർഗത്തിൽ പോവില്ലയോ, അവർ രക്ഷപ്രാപിച്ചവരല്ലയോ, അവർ സ്ഥാനപ്പെട്ടവരല്ലോ. It's up to them. It is your contract, your covenant is between Christ and you, not them, even not with me. ഞങ്ങളൊക്കെ നിങ്ങളെ അതുപോലെ പണിതെടുത്ത് വില കൊടുത്ത് ഈവൻ ജീവൻ പോലും വെക്കേണ്ട അവസ്ഥ വന്നാലും കർത്താവ് ഈ സോളിന് വേണ്ടിയിട്ട് ജീവനെ വെക്കാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള വിലയും കൊടുത്തിട്ടാണ് ദൈവസരി നിൽക്കുന്നത്. കർത്താവ് കൃപ കാണിക്ക് ഇവരെ പണിതെടുത്തതിന്റെ മുമ്പിൽ നിർത്താനുള്ള കൃപ തായോ. അവിടെ ബലഹീനതകള്, അകൃത്യങ്ങള്, ലംഘനങ്ങള് കർത്താവിനെ ക്ഷമിക്ക്. ശേപ്രവൃത്തി 51 പറഞ്ഞ എന്താണ്? അവൻ അവിടെ അകൃത്യങ്ങളെ വഹിക്കും. അകൃത്യങ്ങളെ കൂടെ വഹിച്ചിട്ടാണ് ശാസിക്കുന്നത്. അകൃത്യങ്ങളെ കൂടെ മരണത്തെ പോലും വഹിച്ചിട്ടാണ് കറക്ഷൻ പറയുന്നത്. കുറവ് പറയല്ല ചെയ്യുന്നത്. സംഭവം നിങ്ങൾ നിത്യയിലേക്ക് പ്രവേശിക്കുമ്പോൾ പറയും, സഹോദര ഞങ്ങളെ ശാസിച്ചത്രയും നല്ലതായി. സ്തോത്രം. അപ്പോൾ ഞാൻ വളരെ സ്റ്റേൺ ആയിട്ട് പറയുന്നത്, the covenant of grace is between Christ and the believer individually, and it is with there are some terms and conditions for this covenant. അതാണ് സ്നാനപ്പെടുന്ന സമയത്ത് പറഞ്ഞിരിക്കുന്നത്. പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തെ സ്നാനപ്പെടുത്തി സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിച്ച് നടക്കാൻ ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കുക. സ്തോത്രം. നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ക്രിസ്തു എന്ന തലയോളം വളർന്നു വരുന്നതിന് ആവശ്യമായിട്ട്, ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നതിന്, നിങ്ങൾ ക്രിസ്തുവിൽ വസിക്കുന്നതിന് ആവശ്യമായിട്ട് ഈ കവനന്റിൽ നിന്ന് ബ്രേക്ക് ആവാതെ, കവനന്റ് ഓഫ് ഗ്രേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ജീവിക്കുക എന്നുള്ള രീതിയിലല്ല. ഈവൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് പോലും അവനെ കൂടാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊരു കണ്ടീഷനിലാണ് ദ കവനന്റ് ഓഫ് ഗ്രേസ് നിലനിർത്തിയിരിക്കുന്നത്. അനേകർ തെറ്റിപ്പഠിപ്പിക്കുന്നുണ്ട്. വൺസ് സേവ്ഡ് ഓൾവേസ് സേവ്ഡ് എന്ന് പറഞ്ഞത്. ഇതെല്ലാം തെറ്റായ തിയറികളാണ്. അനേക തിയറികൾ നമുക്ക് മനോഹരമായിട്ട് ബൈബിളിൽ തന്നെ പ്രൂവ് ചെയ്യാൻ സാധിക്കും. തിയറിയും ദ ആക്ച്വൽ ലൈഫും ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെന്റ്. തിയറി നിങ്ങൾക്ക് രക്ഷിക്കാൻ സാധ്യമല്ല. തിയറി ഈസ് എ ഇന്റലക്ച്വൽ ഫെയ്ത്ത്. ആത്മീയ രക്ഷ എന്ന് പറയുന്നത്, സ്തോത്രം, സേവിംഗ് ഫെയ്ത്ത് പറയുന്നത്, ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ്. ഇറ്റ്സ് ഇൻ ദി വ്യൂ ആൻഡ് പേഴ്സണലി വിത്ത് ക്രൈസ്റ്റ്. സ്തോത്രം. അപ്പോൾ ഇങ്ങനെ ക്രിസ്തുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വന്നൊരു വ്യക്തിയുടെ ഹ്യൂമൻ സ്പിരിറ്റ് മാത്രമേ ക്രിസ്തു അവനിൽ വന്നതുകൊണ്ട് ജീവിച്ചിട്ടുള്ളൂ. നിങ്ങളുടെ ഫ്രീ വില്ലിന്റെ പൂർണ്ണ നിയന്ത്രണം മുമ്പ് പാപത്തിന് അടിമകളായിരുന്നു. എന്നാൽ ഇപ്പോൾ ക്രിസ്തുവിന് അടിമയായിട്ട് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ക്രിസ്തു നിങ്ങളുടെ ആത്മാവിലെ കൂട്ടായ്മ എന്ന ഘടകത്തിൽ വന്ന്, ഫെലോഷിപ്പ് എന്ന ഘടകത്തിൽ വന്ന് വസിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ സ്പിരിറ്റ്, ഹ്യൂമൻ സ്പിരിറ്റ്, മരിച്ച സ്പിരിറ്റ് വീണ്ടും ജീവിച്ചു. ആസ് ലോങ് ആസ് യു ലിവ് ഇൻ ഹിം, ഇൻ ക്രൈസ്റ്റ്, യു വിൽ ബി അലൈവ്. എപ്പോഴെങ്കിലും നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ again you will go back to this. ഇതിനിടയ്ക്ക് വേറെ പരിപാടിയില്ല. സ്തോത്രം. സ്റ്റിൽ അവന്റെ ഗ്രേസ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുത്ത് ഗ്രീവ് ചെയ്യും, ദുഃഖിച്ചിരിക്കും. പിന്നെ നിങ്ങളുടെ മനസ്സാക്ഷിക്ക് അവൻ പ്രേരണ തന്നുകൊണ്ടേയിരിക്കും. ഇമ്മീഡിയറ്റ് ആയിട്ട് തരും. സ്തോത്രം. ഉടനെ റിപ്പന്റ് ചെയ്താൽ നോ ഇഷ്യൂ. അത്ര പെട്ടെന്ന് വിട്ടു പോകുന്നതല്ല. ദാവീദ് തന്നെ ബേർശേബയുടെ വിഷയത്തിൽ പാപം ചെയ്തപ്പോൾ ദാവീദ് 51 സങ്കീർത്തനത്തിൽ എന്താ പ്രാർത്ഥിക്കുന്നത്? നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. അപ്പൊ നഷ്ടപ്പെട്ടു. പിന്നെ പറഞ്ഞത്, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത്. രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടു. പാപം ചെയ്തെടുത്തപ്പോൾ രക്ഷയുടെ സന്തോഷം വസിക്കുന്നില്ല. ഡെലിബറേറ്റ് ആക്ഷൻ ആയിരുന്നു, അത് ഇമോഷണൽ ആക്ഷൻ അല്ല. ഊരിയാവിനെ കൊന്നത് ഒരു ഇമോഷണൽ ആക്ഷൻ അല്ല. മറ്റൊരു ഭാര്യ പരിഗ്രഹിച്ചത് ഒരു ഇമോഷണൽ ആക്ഷൻ അല്ല, പ്ലാൻ ചെയ്ത ആക്ഷൻ ആണ്. ഊരിയാവിനെ കൊന്നത് ഒരു പ്ലാൻ ചെയ്ത ഡെലിബറേറ്റ് ആക്ഷൻ ആണ്, ഒരു ഇമോഷൻ ഉണ്ടാകുന്ന ആക്ഷൻ അല്ല. സ്തോത്രം. സ്തോത്രം. അതുകൊണ്ട് എന്തായി? രക്ഷ നഷ്ടപ്പെട്ടു. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. നിന്റെ പരിശുദ്ധാത്മാവിനെ ഇരുന്ന് എടുത്തു കളയരുത്. രക്ഷ നഷ്ടപ്പെട്ടിട്ട് പരിശുദ്ധാത്മാവ് ഉള്ളിലിരുന്ന് സ്ട്രൈവ് ചെയ്യുകയാണ്.
സ്ട്രൈവ് ചെയ്യാണ്. എന്നിട്ടാണ് നാഥാൻ പ്രവാചകൻ അയക്കുന്നത്, ആ മനുഷ്യൻ നീ തന്നെ. ഉടനെ അവൻ്റെ ഹൃദയത്തിൽ റിപ്പൻസ് ഉണ്ടായി, അയ്യോ ഞാൻ യഹോവയുടെ പാപം ചെയ്തു. ഉടനെ അവനെ രജിസ്റ്റേർഡ് ചെയ്തു. എന്നിട്ടാണ് 32-ാം സങ്കീർത്തനം വരുന്നത്, സ്തോത്രം, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ, ക്രിസ്തുവിൽ മറയപ്പെട്ടു. ഇതൊക്കെ ഞാൻ അനേക ക്ലാസ്സുകളിൽ കൂടെ നിങ്ങൾക്ക് എടുത്തിട്ടുള്ളതാണെങ്കിൽ യൂട്യൂബിൽ വരുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രം പറയുകയാണ്. അതാണ് കൃപാസനത്തെ കാണിക്കുന്നത്, നിയമപ്പെട്ടകത്തെ മറയ്ക്കുന്ന കൃപാസനം. സ്തോത്രം, അത് ക്രിസ്തുവിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പോൾ ആത്മാവ് ജീവിച്ചു, ഇനി നമ്മുടെ പ്രാണനും ശരീരവും രൂപാന്തരം പ്രാപിക്കണം. അപ്പൊ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് ഫിലിപ്പിയർ 3-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം അനുസരിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ വരവിൽ അവൻ നടത്തുന്ന കാര്യമാണ്. അമ്മ നമുക്ക് വേണേ ഒന്ന് വായിച്ചിട്ട് പോകാം. ഫിലിപ്പിയേഴ്സ് ചാപ്റ്റർ 3 വേഴ്സ് 21. കൂടി ചേർത്ത് വായിക്കുന്നു. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അപ്പൊ ശരീരത്തിന്റെ രൂപാന്തരം നടത്തുന്നത് ക്രിസ്തുവാണ്. ഈ കാര്യം ശരിക്കും മനസ്സിലാക്കിയാല് ഇനി റോമാലേഖനം 8-ാം അധ്യായം തുടങ്ങി 16-ാം അധ്യായം വരെയുള്ള കാര്യം ശരിക്കും മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് മിക്കവാറും വിശ്വാസികൾ തെക്ക് വടക്ക് തോന്നി പോലെ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ആത്മാവ്, നമ്മുടെ ശരീരം, പ്രാണൻ, ആത്മാവ്, സ്തോത്രം, അത് വേണമെങ്കിൽ ഒന്ന് വായിച്ചു വരാം. 1 തെസ്സലോനിക്കൻസിന്റെ ചാപ്റ്റർ 5 വേഴ്സ് 23 സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം, ഇംഗ്ലീഷ് വായിക്കുകയാണെങ്കിൽ, the very God of peace sanctify you wholly, and I pray God your whole spirit and soul and body be preserved blameless unto the coming of our Lord. ഇത് ഓൾറെഡി തെസ്സലോനിക്ക സഭയിൽ ദൈവവചനം കേട്ട് പെർഫെക്ഷനിൽ നിൽക്കുന്ന, ക്രിസ്തു എന്ന തലയോളം വളർന്ന് സകലത്തിലും വളർന്നു നിൽക്കുന്ന സഭയോട് പറയുകയാണ്, പ്രിസർവ് ഇറ്റ്, കാക്കപ്പെടുമാറാകട്ടെ. നമ്മുടെ അവസ്ഥയോ, നമ്മൾ വളരെ താഴെയാണ്. ഞാനടക്കം നമ്മളെല്ലാവരും തന്നെ, നമ്മൾ ആരും തന്നെ പൂർണ്ണരായിട്ടില്ല. അപ്പോൾ ആത്മാവ്, ഇവിടെ ഒരു സീക്വൻസ് കൂടെ ഇത് നോക്കണം. ഒന്നാം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആദ്യം അവന്റെ ശരീരമാണ് നിർമ്മിച്ചത്. പൊടിയിൽ നിന്ന് ശരീരത്തെ നിർമ്മിച്ചു. മൂക്കി ജീവശ്വാസം ഊതിയപ്പോൾ ആത്മാവും പ്രാണനും അതിന് കടന്നു വന്നു. ദൈവത്തിന്റെ ഉടമയുടെ, ദൈവത്തിന്റെ ഒറിജിനാണത്, ഇന്റേണൽ ആയിട്ട് കടന്നു വന്നത്, അല്ലെങ്കിൽ അവരെ ജീവനുള്ള ദേഹിയാക്കി തീർത്തതിന്റെ ഒറിജിൻ ദൈവമാണ്. സ്തോത്രം. അപ്പോൾ ആദ്യം ശരീരം നിർമ്മിച്ചു, പിന്നീട് ആത്മാവ് പ്രാണനും കടന്നു. എന്നാൽ രക്ഷയുടെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ആദ്യം ആത്മാവ്. അപ്പോൾ ആദ്യം നടക്കുന്നത് ആത്മാവിന്റെ ജീവനാണ്. അത് ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ മറ്റൊരു വഴിയുമില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഐ ആം ദ വേ. ഞാൻ പ്രായശ്ചിത്തം മുഖാന്തരം ഒരു വഴി തുറക്കുമെന്നല്ല പറഞ്ഞത്, ഞാനാകുന്നു വഴിയെന്ന് പ്രസംഗിക്കാൻ ഒരു കൂട്ടം അപ്പസ്തോലന്മാരെ അഭിഷേകം ചെയ്ത് നിയോഗിച്ചയക്കുമെന്നല്ല പറഞ്ഞത്, ബട്ട് ഐ ആം ദ വേ, ഐ പേഴ്സണലി ദ വേ. നിങ്ങൾക്ക് മലയാളം ഭാഷ മനസ്സിലാകുന്നുണ്ടോ? ക്രിസ്തു എന്ന വ്യക്തിത്വം സ്പിരിറ്റ് ഓഫ് ക്രൈസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ആത്മാവിൽ ഉണ്ടോ, നിങ്ങൾക്ക് ജീവനുണ്ട്. ഇല്ലെങ്കിൽ ഇല്ല. അപ്പൊ ആത്മാവിന്റെ ജീവൻ, ആസ് ലോങ് ആസ് യു ലിവ് ഇൻ ഹിം, abide in him, there is life. നിങ്ങളുടെ സ്പിരിറ്റ്, ഹ്യൂമൻ സ്പിരിറ്റ് ജീവനുള്ളതായിരിക്കും. അടുത്താണ് പറഞ്ഞത് പ്രാണൻ. നെക്സ്റ്റ് ദേഹം. അവിടെയാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ശരീരം അവന്റെ പ്രത്യക്ഷതയിൽ രൂപാന്തരപ്പെടുത്തുന്ന പദ്ധതി ക്രിസ്തുവിനുള്ളതാണ്. ഫിലിപ്പിയർ 3-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം അനുസരിച്ചുകൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അത് അവന്റെ ഡ്യൂട്ടിയാണ്. എന്നാൽ നമ്മുടെ പ്രാണനിലാണ് ഈ മൈൻഡ്, ഇമോഷൻ, ഫ്രീ വിൽ ഇരിക്കുന്നത്. ഇവിടെയാണ് പുറമേ നിന്നുള്ള ടെംപ്ടേഷൻസ് വരുന്നത്. നമ്മുടെ മൈൻഡിലേക്കാണ്. ഒരു ഉപദേശം കേട്ടു, ആരെങ്കിലും ഒന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു സ്പിരിറ്റ് നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, അല്ലെങ്കിൽ
സ്തോത്രം. നമ്മൾ ഏതെങ്കിലും വിധത്തിൽ കൂടെ നമ്മുടെ അകത്തിരിക്കുന്ന ഫ്ലഷ് തന്നെ, അനേക മാന്യന്മാര് പഠിപ്പിക്കുന്നത് വിശ്വാസികളുള്ളിൽ ഇങ്ങനെ ഫ്ലഷ് എന്ന പരിപാടിയില്ല. പോള് തന്റെ പഴയ കാലത്തെ കുറിച്ചാണ് പറയുന്നത്. ഓഫ് കോഴ്സ് 7-ാം അധ്യായത്തിന്റെ 31-ാം വാക്യം വരെ പറയുന്നത് പഴയ കാര്യത്തെ കുറിച്ചാണ്. എന്നിട്ട് പറയുന്നത് ഇനി ഫ്ലഷും ജീവിക്കുന്നവനും ആത്മാവിനനുസരിച്ച് ജീവിക്കുന്ന തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് പറയുന്നതാണ് 8-ാം അധ്യായത്തിന്റെ 1 തുടങ്ങിയുള്ള കാര്യങ്ങൾ. 7-ാം അധ്യായത്തിന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. പക്ഷെ ക്രിസ്തുവിലുള്ള സന്തോഷത്തെയും ജയത്തെയും കുറിച്ച് പറയുന്നതാണ് 8-ാം അധ്യായം. അതിനോടുകൂടെ കമ്പയർ ചെയ്യാണ്, നിന്നിൽ വസിക്കുന്ന ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തെ നീ അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അത് നമ്മൾ ചിന്തിക്കും. ഇപ്പോൾ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിച്ചവരായ, ഹ്യൂമൻ സ്പിരിറ്റ് ജീവിച്ചവരായ മനുഷ്യരുടെ ഒരു ഡ്യൂട്ടിയാണ് പരിശുദ്ധാത്മാവുമായിട്ട് ചേർന്നുകൊണ്ട് നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നതനുസരിച്ച് കൊണ്ട് നമ്മുടെ പ്രാണനിലുള്ള ഈ 3 ഘടകങ്ങളെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷതയ്ക്ക് മുമ്പോ അല്ലെങ്കിൽ നമ്മ ശരീരത്തിൽ നിന്ന് വേർപ്പെടുന്നതിന് മുമ്പായിട്ടും രൂപാന്തരം പ്രാപിച്ചിരിക്കണം. ഇത് വ്യക്തിപരമായി ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയോട് ആരും പറയേണ്ട, അവന്റെ ജീവിതത്തിൽ തന്നെ അറിയാം. പല പല മോഹങ്ങൾ വരുന്നുണ്ട്, പല പല ടെംപ്റ്റേഷൻസ് വരുന്നുണ്ട്, ശത്രുവിന്റെ ഭീഷണികൾ വരുമ്പോൾ കലങ്ങി പോകുന്നുണ്ട്, ശത്രു ഉപദ്രവം വരുമ്പോൾ നിന്ന വരുമ്പോൾ പ്രശ്നം വരുന്നുണ്ട്. എല്ലാ തിന്മയും കളവായിട്ട് പറയുമ്പോൾ, നീ ചെയ്യാത്തൊരു കാര്യം ആരെങ്കിലും നിനക്കെതിരായിട്ട് കളവായിട്ട് പറയുമ്പോൾ നിന്റെ ഉള്ളിൽ നിന്ന് വരുന്നത് ഏത് വികാരമാണ് നിനക്ക് തന്നെ അറിയാം, ആരോടും പറയണ്ട. കർത്താവ് പറഞ്ഞിരിക്കുന്നത് സന്തോഷിപ്പിൻ. നിനക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിന്റെ പ്രാണൻ രൂപാന്തരപ്പെട്ടിട്ടില്ല. സർട്ടൻ ഡിഗ്രി വരെ ആയിട്ടുണ്ട്. ഇതിന് പൂർണ്ണമായ രൂപാന്തരം പ്രാപിക്കണം. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ 3 ഘടകങ്ങളാണ്: ആത്മാവ്, പ്രാണൻ, ശരീരം. ക്രിസ്തുവിനെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിച്ചു, ആത്മാവ് 100% ജീവിച്ചു, സെക്യൂർഡ് ആണ്. എന്നാൽ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങൾ നമ്മളിലുണ്ട്. അപ്പൊ അതിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് എബ്രായ ലേഖനം 4:12 പറഞ്ഞതുപോലെ ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ് തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും ശരീരത്തെയും പ്രാണനെയും ആത്മാവിനെയും സന്ധിപഞ്ചകളെയും തമ്മിൽ വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്നതാണ്. ഇതിന് 3നെയും സെപ്പറേറ്റ് ചെയ്ത് നിർത്തുന്നതാണ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ വചനം. ടെംപ്റ്റേഷൻസ് വരുമ്പോൾ കല്ലിനെ അപ്പമായിട്ട് തിരുവൻ കൽപ്പിക്കാൻ പറയുമ്പോൾ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ പുറപ്പെടുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. എവിടെന്നാ വന്നേ വചനം? നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് കൂടെ എഴുതിയിരിക്കുന്നു. എവിടെന്നാ വന്നേ? സ്തോത്രം. ഇതേപോലെ വചനം അതിനാണ് നമ്മൾ വചനം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വെറുതെ ഒരു ചടങ്ങായിട്ടല്ല. ചില സമയത്തോളം പഠിച്ച വചനം പോലും ശത്രുവിന് മുമ്പിൽ നിഷ്ഫലമായി തീരും. അവിടെയാണ് ഗ്രേസ് ആയിട്ട് ചെയ്യുന്നത്. ഉയർത്തെന്ന് വെച്ചാൽ അവനെ ക്രിസ്തു നിന്നിൽ വസിച്ച് അവന്റെ ഓരോ മഹത്വങ്ങളും നിന്നിൽ കൂടെ വെളിപ്പെടുത്തണം. മരണം മുഖാമുഖമായിട്ട് വന്നാൽ പാപത്തെ ജയിച്ചവനായി ക്രിസ്തു നിന്നിൽ വസിച്ചുകൊണ്ട് പാപത്തിന് ടെംപ്റ്റേഷൻ ജയിക്കുന്നത് മാത്രമല്ല, അതിന്റെ വേറെ ആക്ടിവിറ്റിയാണ്. മരണത്തെ ജയിച്ചവനായി ക്രിസ്തു, മരണത്തിന്റെ പാതാളത്തിന് താക്കോലുള്ളതായി ക്രിസ്തു നിന്നിൽ വസിച്ചുകൊണ്ട് മരണാധികാരിയായിരുന്ന പിശാചിനെ തന്റെ മരണത്താൽ തോൽപ്പിച്ചവൻ, ജയം പ്രാപിച്ചവൻ നിന്നിൽ വെളിപ്പെടുമ്പോൾ നീ മരണത്തെ ജയിക്കും. അത് നിനക്ക് മരണത്തെ ജയിക്കാൻ സാധ്യമല്ല. എന്നെ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ല. ഈ വചനൊക്കെ ജീവിക്കുന്നതാണ്. ഇതൊക്കെ ക്രിസ്തുമായിട്ടുള്ള ഓരോ റിലേഷനാണ്. അവിടേക്ക് പിന്നെ വരാം. അപ്പോൾ നമുക്കൊരു ഡ്യൂട്ടി ഉണ്ട്. ഞാൻ രക്ഷിക്കപ്പെട്ട ഒരു സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് കിട്ടി എന്ന് പറഞ്ഞിരിക്കേണ്ടതല്ല. നമ്മുടെ പ്രാണനില് അനേക വർക്കുകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ പോൾ പറയുന്നത്, ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2 വേഴ്സ് 12, ഇച്ഛിക്കെന്നും പ്രവർത്തിക്കുന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. അതിക്ക് മുന്നേ 12 മലയാളത്തിലാണെങ്കിൽ 12 വായിക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായിട്ട് ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ. ഇംഗ്ലീഷിലാണ് പറഞ്ഞിരിക്കുന്നത്, വർക്ക് ഔട്ട് യുവർ ഓൺ സാൽവേഷൻ വിത്ത് ഫിയർ ആൻഡ് ട്രംബിളിംഗ്. അപ്പൊ നമുക്കൊരു പ്രവൃത്തി ഇല്ലെങ്കിൽ, നമുക്കൊരു ഡ്യൂട്ടി ഇല്ലെങ്കിൽ
പിന്നെ ഇത് എഴുതേണ്ട കാര്യം എന്നുള്ളത് അനേകര് പഠിപ്പിക്കുന്നത് ഇതിന്റെ ഒരു ആവശ്യമില്ല, വൺ സേവ്ഡ് ഓൾവേസ് സേവ്ഡ്, ഇഷ്ടം പോലെ ജീവിക്കാം. ഇറ്റ്സ് എ ഫൂളിഷ്നെസ്. ഞാൻ വളരെ താഴ്മയോടെ പറയുകയാണ്. അതിനാണ് ഈ ചിത്രങ്ങളൊക്കെ വരച്ച് കാണിച്ചു തരുന്നത്. സ്തോത്രം. എന്താണ്? നമ്മുടെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് നടന്നു. സ്തോത്രം. അത് പെർഫെക്റ്റ് ആണ്. അത് സ്വർഗത്തിൽ കാക്കപ്പെടുന്നുണ്ട്. അവൻ ക്രിസ്തു വസിക്കുന്നുണ്ട്. അവനെ ഇത് പിടിച്ചു പറിക്കാൻ ആരും സാധ്യമല്ല. പക്ഷേങ്കില് നീ ഒരു ഫ്രീ വില്ലിന്റെ ഉടമയാണ്, ഒരു സ്വതന്ത്ര പ്രാണന്റെ ഉടമയാണ്. നിന്റെ പ്രാണന്മേൽ നിർബന്ധം ഫിസിക്കലായിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ കർത്താവിന് സാധ്യമല്ല. പക്ഷെ നിർബന്ധം വരുത്താം. നിന്നെ സ്ട്രോങ് ഇൻഫ്ലുവൻസ് തരാം. ശത്രുവിന് എത്ര വലിയ ടെംപ്ടേഷൻ വന്നാലും ശത്രുവിനെ ജയിച്ചവരായി ക്രിസ്തു നിന്നെ വെളിപ്പെട്ടുകൊണ്ട് നിനക്ക് ആവശ്യമായ ഇൻഫ്ലുവൻസ് വരും. ഡിസിഷൻ എടുക്കുന്ന നീയാണ്. പാപം ചെയ്യാനുള്ള ടെംപ്ടേഷൻ വന്നാൽ യോസഫിന്റെ കാര്യം ചിന്തിച്ചു നോക്കുക. യോസഫ് അവിടെ എന്താ പറയുന്നത്? ഈ ഭവനത്തിൽ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിട്ടുണ്ട്, നിന്റെ ഒഴികെ മാത്രം. പക്ഷെ ഞാൻ എൻ്റെ ദൈവത്തോട് പാപം ചെയ്യുകയില്ല. സ്തോത്രം. അപ്പൊ ടെംപ്ടേഷൻസ് വരുമ്പോൾ ആ ടെംപ്ടേഷൻ ഓവർകം ചെയ്യുന്നതൊക്കെ നിന്റെ ആത്മാവിൽ വസിക്കുന്ന ക്രിസ്തുവിന്റെ ആത്മാവ് നിന്റെ മൈൻഡിലേക്ക് ശക്തമായ പ്രേരണ തരും. നിനക്ക് ഓവർകം ചെയ്യാം. പക്ഷേങ്കില് നിന്റെ ഇച്ഛ മോഹം ഗർഭം ധരിച്ച് നീ പാപത്തിലേക്ക് ചായുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് ദുഃഖിക്കും. നിനക്ക് ശിക്ഷ ഉടനെ കോൺട്രാക്ട് ബ്രേക്ക് ആവും. കവനന്റ് ഓഫ് ഗ്രേസ് ബ്രേക്ക് ആവും. പാപം കവനന്റ് ഡിവൈൻ ഗവൺമെന്റ് നിന്റെ മേൽ മരണശിക്ഷ വിധിക്കും. പരിശുദ്ധാത്മാവ് വിട്ടുപോകുകയില്ല. ദാവീദിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞതിനാണ്. പരിശുദ്ധാത്മാവ് ദുഃഖിച്ചുകൊണ്ട് നിന്നെ പ്രേരിപ്പിക്കും. റിപ്പന്റ്. ചിലപ്പോൾ രോഗമിടേണ്ടി വരും. റിപ്പന്റ് ആകുന്നില്ലെങ്കിൽ രോഗമിടേണ്ടി വരും. കാരണം നിന്റെ മനസ്സാക്ഷി കഠിനപ്പെട്ട് കഴിഞ്ഞാൽ ഈ നമ്മൾ ശാന്തമായി കിടക്കുന്ന ഒരു തടാകത്തില് ഒരു കല്ലിട്ടാൽ എന്തുണ്ടാവും? പെട്ടെന്ന് ഓളം, ആ കല്ലിടുന്നിടത്ത് കുറച്ച് വെള്ളം ഇങ്ങനെ മേലോട്ട് തെറിക്കും. പിന്നെ ഓളം ഇങ്ങനെ അടിച്ച് പോവും. കുറച്ച് കഴിഞ്ഞാൽ ഓളം എന്തായി? ശാന്തമാകും. ഇതേപോലെ നമ്മുടെ മനസ്സാക്ഷി തെറ്റ് ചെയ്ത ഉടനെ മനസ്സാക്ഷി പറയും. തെറ്റ് ചെയ്തതിന് മുമ്പേ പറയും, വാണി തരും. നോ വളരെ ശക്തമായിട്ട് വാണി തരും. പിന്നെ നീ ചിലപ്പോൾ ബൈബിളിൽ നിന്നുള്ള ഉപദേശം കൊണ്ട് തന്നെ അവരെങ്ങനെയല്ലോ അവർക്ക് ദോഷമുണ്ടോ, അവർ സ്വർഗത്തിൽ പോകുകയില്ലോ. നീ പരിശുദ്ധാത്മാവിനോട് വാദിക്കുന്നത്, നിന്നെ പഠിപ്പിക്കുന്ന, നിന്നെ നയിക്കുന്ന ദൈവദാസന്മാരോടല്ല വാദിക്കുന്നത്. നീ നിന്നെ ആരുമായിട്ട് കവനന്റ് സൈൻ ചെയ്തിട്ടുണ്ടോ? ആ കവനന്റ് സീൽ ചെയ്തിരിക്കുന്നത് ആട്ടിക്കൊട്ടന്റെ രക്തം കൊണ്ടല്ല, പശുക്കിടാങ്ങളുടെ രക്തം കൊണ്ടല്ല. നിന്നെ സ്നേഹിച്ചു നിനക്ക് വേണ്ടി ജീവിതം തന്ന ക്രിസ്തുവിന്റെ രക്തം കൊണ്ടാണ് സീൽ ചെയ്തിരിക്കുന്നത്. നിനക്ക് വേണമെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്യാം. പക്ഷേ സേറ്റാനിക് കിങ്ഡത്തിൽ ഒന്നിനും അതിന് ബ്രേക്ക് ചെയ്യാൻ സാധ്യമല്ല. അത് പറഞ്ഞിരിക്കുന്നത് എൻ്റെ കയ്യിൽ പിടിച്ചു പറിക്കാൻ ആർക്കും സാധ്യമല്ല. പക്ഷേ നീ ഒരു ഫ്രീ വില്ലിന്റെ ഉടമയായിരിക്കുന്നതുകൊണ്ട് നിനക്ക് വേണമെങ്കിൽ സാധിക്കും. അപ്പൊ ഈ അവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടുവരുവാനായിട്ട് നമ്മളൊക്കെ ചിന്തിച്ചതാണ്. പാപം അറിയാത്തവര് നാം അവന് ദൈവത്തിന് നീതിയാകേണ്ടത് പാപമാക്കി, ഇതൊക്കെ നമ്മൾ ചിന്തിച്ചതാണ്. അപ്പൊ നമുക്ക് ഈ റോമാലേഖനത്തിന്റെ 8-ാം അധ്യായത്തിന്റെ 1 തുടങ്ങിയ വാക്യങ്ങളിൽ ഇനി നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ്, നമ്മുടെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് നമ്മുടെ ബോഡി, നമ്മുടെ സോള്, നമ്മുടെ സ്പിരിറ്റ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ദൈവവചനം ഇരുവാഴ്ത്തലുള്ള വാളായിട്ട് കൊണ്ട് പ്രാണനും ആത്മാവിനും സന്ധ്യമധ്യകളെ വേർപിടിച്ച് നിർത്തുന്നത് എങ്ങനെയാണ്. അപ്പൊ അവിടെ വരുമ്പോൾ നമുക്ക് ചില ബന്ധുക്കളായിട്ട്, നമ്മുടെ ദൈവവചനത്തിനെതിരായി നിൽക്കുന്ന സ്നേഹിതന്മാരായിട്ട്, ചിലപ്പോൾ നമ്മുടെ മക്കളായിട്ട് തന്നെയും സെപ്പറേഷൻ കീപ്പ് ചെയ്യേണ്ടി വരും. നിങ്ങളുടെ സോളി അവ വ്യക്തമായിട്ട് മനസ്സിലാക്കി തരും. ഇന്ന റിലേഷൻസ് തുടർന്ന് പോയാൽ അതിന്റെ സോളിന് അപകടമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഇതിനൊക്കെ ഖണ്ഡമായി മുറിച്ച് യാഗപീഠത്തിൽ വയ്ക്കുക. ദൈവ പുസ്തകത്തിലോ 1-ാം അധ്യായത്തിൽ യാഗത്തെ കുറിച്ച് പഠിക്കുമ്പോൾ, ഹോമയാഗത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അങ്ങനെയാണ് നമ്മൾ വിശദീകരിക്കും മുന്നോട്ട് വരുമ്പോൾ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഞാൻ പറയുന്നു, ഹ്യൂമൻ സ്പിരിറ്റ് ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ ആസ് ലോങ് ആസ് യു അബൈഡ് ഇൻ ക്രൈസ്റ്റ് ഇറ്റ് വിൽ ബി ലിവിങ്. എന്നാൽ ഇതിന്റെ സോളിനകത്ത് മൈൻഡ്, ഇമോഷൻ, ഫ്രീ വില്ലിനെ നീ ക്രിസ്തുവിനെ അടിമയായിട്ട് ഏൽപ്പിച്ചു. ഫ്രീ. ഞാൻ ഏൽപ്പിച്ച് പറഞ്ഞ് മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. നിനക്ക് തരുന്ന ഇൻഫ്ലുവൻസിനനുസരിച്ച് ഉണ്ടാകുന്ന ഇമോഷനെ നീ അനുസരിച്ചാൽ, ക്രിസ്തുവിന്റെ ആത്മാവ് ടെംപ്ടേഷൻസ് വരുമ്പോൾ, ശത്രുവിന്റെ ഭീഷണി വരുമ്പോൾ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഭ്രമിക്കേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് നിന്റെ സോളി നിനക്ക് ഓർമ്മപ്പെടുത്തി തരുമ്പോൾ നീ അതിന് വിശ്വസിച്ചാൽ, ആ ആര് നിനക്ക് പ്രേരണ തരുന്നുവോ അവന്റെ ജീവൻ നിന്നിൽ വ്യാപരിക്കും. നിനക്ക് ഭയം മാറിപ്പോ. അല്ല, അവിടെ നീ സംശയിച്ചാൽ, നിന്റെ ഉള്ളിൽ ഒരു ഫ്ലഷ് ഉണ്ട്, അത് സംശയം കൊണ്ടിടും. മൈ ലോർഡ് ഈസ് ഗ്രേറ്റ്. എന്റെ ദൈവമായ യഹോവ ഏറ്റവും വലിയവൻ. അവൻ പാപത്തിൽ ജയിച്ചവനാണ്. അവന് പാപത്തിൽ ജയിക്കേണ്ട ആവശ്യമില്ല. സേറ്റാന് ജയിച്ചവനാണ്, മരണത്തെ ജയിച്ചവനാണ്, പാതാളത്തെ ജയിച്ചവനാണ്.
അവൻ എൻ്റെ സ്നേഹിതനാണ്. അവന്റെ നീതിയാണ് എനിക്ക് ഫ്രീ ആയിട്ട് കണക്കിടുന്നത്. എന്റെ നീതി പ്രവൃത്തിയല്ല. ശത്രു നീ കുറ്റം പ്രവൃത്തിയാലും എന്റെ നീതി പ്രവൃത്തിയല്ല. ഉയർത്തെഴുന്നേറ്റവനെ ക്രിസ്തുവിന്റെ നീതിയാണ് എനിക്ക് സൗജന്യമായിട്ട് കണക്കിടുന്നത്. അവനെന്റെ വീണ്ടെടുപ്പ്, അവനൊരു നീതീകരണം, അവനൊരു തേജസ്, അവനൊരു സ്നേഹിതനാണ്. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ വെച്ച് കൊടുക്കുന്നതിനേക്കാളും അധികമായി സ്നേഹമില്ല എന്ന് പറഞ്ഞവൻ അവന് സ്വഭാവം ത്യജിപ്പാൻ സാധ്യമല്ല. ശത്രു നീ ഇപ്പൊ ഇതിന്റെ പണി നോക്ക്. ഇങ്ങനെ നമ്മൾ വാദിച്ചുകൊണ്ട് നിൽക്കണം. നമ്മളല്ല വാദിക്കുന്നത്, ക്രിസ്തു നമുക്ക് അതിന്. അതാണ് ക്രിസ്തുവിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത്. അതാണ് യേശു എന്ന റിലേഷൻ. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് യേശു എന്ന് പേരിടുക. നമ്മൾ മുന്നോട്ട് പഠിക്കും. അപ്പോൾ നമുക്കൊരു ഡ്യൂട്ടി ഉണ്ട്. ഞാൻ ഇത്രയും സംസാരിച്ചത് നമ്മുടെ പ്രാണന്റെ സാങ്ക്ടിഫിക്കേഷന് നമുക്കൊരു ഡ്യൂട്ടി ഉണ്ട്. ആത്മാവ്, നമ്മളും പരിശുദ്ധാത്മാവും കൂടെ പ്രവർത്തിച്ചാണ് ആത്മാവ് ജീവിച്ചത്. ക്രിസ്തുവിന്റെ നെസസിറ്റി ഡീപ്പായിട്ട് നമുക്ക് മനസ്സിലാക്കി തന്നു. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം തന്നു. നമുക്ക് മനസ്സിലായോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ക്രിസ്തുവിനെ കൂടാതെ എനിക്ക് സാധ്യമല്ല, ജീവിക്കാൻ സാധ്യമല്ല. നാം ക്രിസ്തുവിനെ സ്വീകരിച്ചു, നമ്മുടെ ഹ്യൂമൻ സ്പിരിറ്റ് ജീവിച്ചു. ഇനി ശരീരത്തിന്റെ വീണ്ടെടുപ്പ് രൂപാന്തരം ക്രിസ്തുവിന്റെ ഡ്യൂട്ടിയാണ്. അവന്റെ വരവെങ്കിൽ അവൻ നടത്തിയെടുക്കും. നമ്മുടെ താഴ്ചയുടെ ശരീരത്തെ അവന്റെ മഹത്വമായ ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടും. ദാറ്റ് ഹി വിൽ ഡു. എന്നാൽ നമ്മുടെ സോളിന്റെ രൂപാന്തരം നാമും പരിശുദ്ധാത്മാവും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു പ്രക്രിയയാണ്. ഇതാണ് നമുക്ക് ഡീപ്പായിട്ട് പഠിക്കേണ്ടത്. ഇവിടെയാണ് വിശ്വാസ ഗോളത്തിൽ അനേകരും വ്യാജമായ പല പല ഉപദേശങ്ങൾ, തീരകൾ കൊണ്ട് മനുഷ്യനെ കെട്ടിപ്പൂട്ടി അവരവരുടെ സഭകളിൽ വെച്ചിരിക്കുന്നത്. യൊരാബിയാമിനെ പോലെ ദാനിലും ബേഥേലും കാളക്കുട്ടി ഉണ്ടാക്കി വെച്ചുകൊണ്ട് നിങ്ങൾ എവിടെയും പോകണ്ട, ഇവിടെ എല്ലാം ഉണ്ട്, നിങ്ങളെ നാശത്തിലേക്ക് നയിക്കുന്നവരാ. ചർച്ച എന്ന് പറയുന്നത് ഈ വ്യക്തിപരമായിട്ട് ക്രിസ്തുമായിട്ടുള്ള ബന്ധമാണ്. നിന്റെ ഉള്ളിലാണ് ചർച്ച. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം. ഇതാ ചർച്ച. ഇതുമായിട്ട് ക്രിസ്തുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അത്രയും ബന്ധമുള്ളവരുമായിട്ട് നിനക്കൊരു കൂട്ടായ്മ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. സ്തോത്രം. അപ്പൊ ഈ ഒരു ഡ്യൂട്ടി ശരിക്കും മനസ്സിലാക്കുക. സ്തോത്രം. എന്നിട്ട് പറയാണ്, സ്തോത്രം, now there is therefore now no condemnation to those who are in Christ Jesus, who do not walk according to the flesh but according to the Spirit. ഇത്ര നേരം എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതുകൊണ്ട് ഇപ്പോൾ ലൈവായിട്ട് പറയാണ്, ഇപ്പോൾ ഈ ലേഖനം വായിക്കുന്ന സമയത്ത്, ഇപ്പോൾ ഈ വചനം കേൾക്കുന്ന സമയത്ത്, 10 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ കർത്താവിന്റെ വരെ താമസമാണെങ്കിൽ ജീവിച്ചില്ലെങ്കിൽ ആ വചനം വായിക്കുമ്പോൾ ഇപ്പോൾ നീ ക്രിസ്തുവിലാണോ? നിരവധി ശിക്ഷയില്ല. ഞാൻ 2 ദിവസം മുമ്പ്, 2 മണിക്കൂർ മുമ്പ് ഞാൻ ക്രിസ്തുവേശുവിലായിരുന്നു. ഞാൻ അല്പ സെക്കൻഡുകൾക്ക് മുമ്പ് ഞാൻ ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിക്കാതെ ഒരു ടെംപ്ടേഷനിൽ വീണ് പോയി. നിന്റെ മേൽ ഉടനെ ഡിവൈൻ ഗവൺമെന്റ് ശിക്ഷ വിധിച്ചു. അതുകൊണ്ടല്ലേ ദാവീദ് വിലപിച്ചത്, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. യഹൂദ മക്കൾ പാടുവാൻ ദാവീദ് തന്റെ അകൃത്യങ്ങളിൽ സങ്കീർത്തനങ്ങൾ എഴുതി കൊടുത്തു. നിങ്ങൾ പാടി സ്തുതിക്ക്. ദൈവനോട് ക്ഷമിച്ചു. എങ്ങനെ? ദൈവത്തിന്റെ പരിശുദ്ധാത്മ 38-ാം സങ്കീർത്തനം വായിച്ചു നോക്കണം. അവൻ ആ പാപം ചെയ്തപ്പോൾ ദൈവത്തിന്റെ ആത്മ വളരെ ശക്തമായിട്ട് അവരുടെ ശരീരത്തെ ദണ്ഡിപ്പിക്കാത്ത കൂടെ ഏൽപ്പിച്ചു കൊടുത്തു. 38-ാം സങ്കീർത്തനം വായിച്ചു നോക്കുക. 51-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, അവൻ തുറന്നു പറഞ്ഞു, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, നിന്റെ പരിശുദ്ധാത്മാവിനെ നിന്നെടുക്കരുത്. അപ്പോൾ നമ്മുടെ ഉള്ളിലും. എന്നിട്ടാണ് 32-ാം സങ്കീർത്തനം എഴുതുന്നത്, ലംഘനം ക്ഷമിച്ച് പാപം മറച്ചു കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ, യഹോവ അകൃത്യം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. സ്തോത്രം. അപ്പോൾ നമുക്ക് എപ്പോഴും റിപ്പൻറ്റൻസോടുകൂടെ ഉടനെ, അതിന് വേറെ ആരുടെ പോണ്ട, ഒരു പള്ളിയിലും പോണ്ട, നേർച്ചയ്ക്കും പോണ്ട, ഒരു അച്ഛൻ്റെ അടുത്തും പോണ്ട. യു പേഴ്സണലി വിത്ത് ക്രൈസ്റ്റ്. ലോർഡ്, തെറ്റുപറ്റി, സോറി ലോർഡ്, സോറി തെറ്റുപറ്റിപ്പോയി, പ്ലീസ് ലോർഡ്, നിന്റെ കൃപ കൊണ്ട് എന്നെ താങ്ങിയായിട്ട്. ഞാൻ എപ്പോഴും ബലഹീന, നിന്നെ കൂടാതെ എനിക്കൊരു വിശുദ്ധ ജീവിതമില്ല, നിന്നെ കൂടാതെ എനിക്കൊരു ഒബീഡിയൻസ് ഇല്ല. ലോർഡ്, മേക്ക് മീ ഗ്രേറ്റ്, മേക്ക് മീ ഒബീഡിയൻറ്റ് ടു യു എന്ന് താഴ്മയോടെ ഏൽപ്പിക്കുകയാണെങ്കിൽ, സ്തോത്രം, നിങ്ങളുടെ ബലഹീനത മനസ്സിലാക്കിക്കൊണ്ട് ഒരു താഴ്മയുള്ള നുറുങ്ങിയ ഹൃദയമുണ്ട്, നിങ്ങൾ അവനെപ്പോഴും താങ്ങും, എപ്പോഴും താങ്ങും. അതിന് പ്രത്യേകമായി വലിയ ഡിഗ്രി ഒന്നും വേണ്ട. ലോർഡ്, പ്ലീസ് ഹെൽപ്പ് മീ, പ്ലീസ് ഹെൽപ്പ് മീ. നിങ്ങളുടെ അരിഷ്ടാവസ്ഥ മനസ്സിലാക്കി കഴിഞ്ഞാൽ എപ്പോഴും താഴ്മയോടെ ഇരിക്കാൻ മനസ്സിലാകും. സ്തോത്രം. അപ്പോൾ ഇത് മനസ്സിലായി. ഈ അതുകൊണ്ട് എന്തു എന്നാ പറയുന്നത്? ഇപ്പോൾ എന്ന വാക്കിന്റെ അർത്ഥം എന്താന്ന് പറയുന്നത്? ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക് എന്നെന്താന്ന് മനസ്സിലായി. എങ്കിൽ ഒരു ശിക്ഷാവിധിയുമില്ല. അല്ലെങ്കിലോ ശിക്ഷാവിധി ഉണ്ട്, ശിക്ഷാവിധി ഉണ്ട്.
എന്നിട്ട് പറയുന്നതാണ്, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ക്രിസ്തുവേശുവിൽ അല്ലെങ്കിലോ സ്വാതന്ത്ര്യമില്ല, വീണ്ടും പാപത്തിന് അടിമപ്പെടുകയാണ്. സ്തോത്രം. ഇവിടെ ഇംഗ്ലീഷിലും കിങ് ജെയിംസ് വെർഷനിൽ ഇംഗ്ലീഷിലും മലയാളത്തിൽ നയിക്കുമ്പോൾ ഒരു വാക്യത്തിന് ചെറിയ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് വലിയൊരു തെറ്റായ ചിന്താഗതി പലരും വ്യാജമായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട്. സത്യവേദ പുസ്തകം ശരിയല്ല, ട്രാൻസ്ലേഷനിൽ തെറ്റു വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. സ്തോത്രം. ഇവിടെ വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ സ്തോത്രം, ഹു ഡു നോട്ട് വാക്ക് അക്കോർഡിംഗ് ടു ദ ഫ്ലഷ് ബട്ട് അക്കോർഡിംഗ് ടു സ്പിരിറ്റ് എന്ന വാക്യം 4-ാം വാക്യത്തിനും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സ്തോത്രം. ഇവിടെ വായിച്ചു, ബട്ട് ഹു ഡു നോട്ട് വാക്ക് അക്കോർഡിംഗ് ടു ദ ഫ്ലഷ് ബട്ട് അക്കോർഡിംഗ് ടു ദ സ്പിരിറ്റ് എന്ന് 4-ാം വാക്യത്തിൽ റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട് പിൽക്കാലത്ത് വന്നിട്ടുള്ള ട്രാൻസ്ലേഷനിൽ ഈ 4-ാം വാക്യത്തിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് 1-ാം വാക്യത്തിൽ നിന്ന് അത് മാറ്റി. അതൊരു തെറ്റല്ല. അങ്ങനെ അതിനെല്ലാത്തിനും കാരണമായിട്ടുള്ള ചേഞ്ചസ് എന്ത് കാരണം കൊണ്ട് ചേഞ്ചസ് വരുത്തി എന്നൊക്കെയും തന്നെ ഞാൻ അതിന് വിശദീകരിക്കുന്നതായിട്ടുള്ള ഒരു എപ്പിസോഡ് മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് ഈ ചാനലിൽ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിൽ കാണാം. ഇതുവരെ കേൾക്കാത്തവർ കാണാത്തവരുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ. കാരണം സത്യവേദ പുസ്തകത്തിനെതിരായിട്ടും അതുപോലെ തന്നെ കിങ് ജെയിംസ് വെർഷൻ ഒഴികെ മറ്റെല്ലാ വേർഷൻസിനെതിരായിക്കൊണ്ട് കേരളത്തിൽ മലയാളക്കാരിൽ തന്നെ വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. സേറ്റാനിക് ഫോഴ്സ് ആണ് അത്. അതിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോരണം. അതൊക്കെ വരുമ്പോൾ നിങ്ങളുടെ ഹൃദയം അങ്ങ് ചാഞ്ഞു പോകും. ശരിക്കും മനസ്സിലാക്കിയില്ലെങ്കിൽ പല ഉപദേശങ്ങൾ കൊണ്ടും പല വാക്യങ്ങളും ഏകദേശം 6500 വാക്യങ്ങൾ കോട്ട് ചെയ്തുകൊണ്ടാണ് അവർ സത്യവേദ പുസ്തകം തെറ്റാണ് സ്ഥാപിക്കാൻ നോക്കുന്നത്. എന്നാൽ ഓരോ വാക്യത്തിലും വന്നിരിക്കുന്ന ചേഞ്ചസിന്റെ കാരണം എന്താണെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പുസ്തകങ്ങൾ തന്നെ അതിൻ്റെ മാർച്ചിൽ വിശദീകരിക്കുന്ന ഒരു ബൈബിളും ഞാൻ ഈ ചാനലിൽ നിങ്ങൾ എപ്പിസോഡ് എടുത്ത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഞാൻ അതിൻ്റെ കോപ്പി ഇട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെ 4-ാം വാക്യത്തിൽ റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് മലയാളം ട്രാൻസ്ലേഷനിൽ അത് 1-ാം വാക്യത്തിൽ നിന്ന് അവോയ്ഡ് ചെയ്തു 4-ാം വാക്യത്തിലുണ്ട്. ജഡത്തെയല്ല ആത്മാവിനെ എത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന് നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ അവിടേക്ക് എക്സ്പ്ലനേഷൻ വരുന്നേ ഉള്ളൂ. സ്തോത്രം. അപ്പോൾ 1-ാം വാക്യത്തിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഇപ്പൊ ഒരു ശിക്ഷാവിധിയുമില്ലെന്ന് മാത്രം മനസ്സിലാക്കി ഒരു കുഴപ്പമില്ല. സ്തോത്രം. ഞാൻ സ്നാനപ്പെട്ടു, 2 അന്യഭാഷ പറയുന്നുണ്ട്, എന്റെ മേൽ ശിക്ഷാവിധിയില്ല. പക്ഷെ ചില കണ്ടീഷൻസ് കൂടെ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക്. ഈ പാസ്റ്റ് എപ്പോഴും ഇങ്ങനെ കഠിനമായ വാക്കുകളാണ് പറയുന്നത് ചിന്തിക്കരുത്. ഞാൻ നിങ്ങളെ അലർട്ട് ചെയ്ത് സ്തോത്രം ക്രിസ്തുവിൽ ഉണർത്തി നിർത്തുന്നു. ക്രിസ്തുവിൽ വസിക്കേണ്ട ആവശ്യകത. ഇവിടെ വീരന്മാരായ ദേവദാസന്മാർ ഈ കേരളം മുഴുവനും ഓടി നടന്ന് പ്രസംഗിച്ചിട്ടും പഠിപ്പിച്ചും ജീവിതത്തിൽ കാണിച്ചു കൊടുത്തിട്ടും അവരെല്ലാം തുപ്പിയെറിഞ്ഞ ഒരു ദേശമാണ് കേരളം. മലയാളക്കര. ഇതിനൊന്നും ആവശ്യകതയില്ല, ഇതൊക്കെ നിങ്ങളുടെ തോന്നലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വചനത്തിൽ കൂടെ വീണ്ടും സ്ഥാപിക്കുകയാണ്. ഞാൻ വെറുതെ തീരെ സ്ഥാപിക്കാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കൂടെ അനുഭവിച്ച് വില കൊടുത്തിട്ടാണ് സ്ഥാപിക്കുന്നത്. ഇപ്പോൾ ക്രിസ്തുവേശു എന്ന് പറഞ്ഞാൽ ക്രിസ്തുവേശുവിൽ വസിക്കേണ്ട ആവശ്യകത. എങ്ങനെ നമുക്ക് ക്രിസ്തുവേശുവിൽ വസിക്കാം, അതാണ് ഇനി റോമാലേഖനം 8-ാം അധ്യായം മുഴുവൻ വിശദീകരിക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് ഈ ചിത്രത്തിൽ കൂടെ പറഞ്ഞു തന്നത്. എങ്ങനെയാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ ആത്മീയ അവസ്ഥ. നിങ്ങളുടെ ഹ്യൂമൻ സ്പിരിറ്റ് ജീവിച്ചു, എന്നാൽ നിങ്ങളുടെ ശരീരം കർത്താവിൻ്റെ വരവെങ്കിൽ അത് രൂപാന്തരം പ്രാപിക്കും. അത് കർത്താവ് ചെയ്യുന്ന കാര്യമാണ്. എന്നാൽ നിങ്ങളുടെ പ്രാണൻ്റെ രൂപാന്തരം അത് ഗ്രാജുവലായിട്ട് നടക്കുന്നൊരു വിഷയമാണ്. അത് നിങ്ങളും പരിശുദ്ധാത്മാവും തമ്മിൽ ഇടപെടുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പരിശുദ്ധാത്മാവും തമ്മിൽ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് ക്രിസ്തുവുമായിട്ടുള്ള നമ്മുടെ ഓരോ റിലേഷനിലും നമ്മുടെ ബലഹീനത എന്താണ്, ആ പ്രത്യേക സബ്ജക്റ്റിലുള്ള നമ്മുടെ ഫ്ലഷിൻ്റെ ഡിസയേഴ്സ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുമ്പോൾ നാം അതിൽ ആശ്രയിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിൽ ഞാൻ പറയാം, ഒരു രോഗം അവൻ്റെ അടിപ്പിണറാൽ നമുക്ക് രോഗസൗഖ്യമുണ്ട്. ഇത് ക്രിസ്തുവുമായിട്ടുള്ള ഒരു റിലേഷനാണ്. ഒരു ഉപദേശം സ്ഥാപിക്കുകയല്ല, ഒരു റിലേഷനാണ്. പാപമോചനം എങ്ങനെയാണ് കിട്ടിയത്? പാപത്തിന് ശിക്ഷ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. പാപത്തിന് പരിഹാരകനായി എങ്ങനെയാണ് ദൈവനീതിക്ക് തൃപ്തി വരുത്തിയ ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്നു. നിങ്ങൾക്ക്
നിങ്ങൾക്ക് സ്വയമായിട്ട് ദൈവനീതിക്ക് തൃപ്തി വരുമാറ് ഒരു അനുസരണത്തിലുള്ള ജീവിതം സാധ്യമല്ല എന്ന് മനസ്സിലാക്കി തന്നു. എന്നിട്ട് നിങ്ങൾക്കൊരു ഓഫർ തരയാണ് ഉയർത്തെന്നിട്ട് അവന് ക്രിസ്തു, എന്നെ ഹൃദയത്തിൽ വാഴുവ സ്വീകരിച്ചാൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട്, നിന്നിൽ വസിച്ചുകൊണ്ട് ഞാൻ അനുസരണമുള്ളവനായിരിക്കുന്നത് പോലെ നിന്നെയും അനുസരണമുള്ളവനാക്കി തീർക്കാം എന്നൊരു ഓഫർ തരുമ്പോഴാണ് നാം മനസ്സിലാക്കി ക്രിസ്തു നമ്മളെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നത്. അതുപോലെ അവനുമായിട്ട് ഓരോ റിലേഷനും പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. ഞാൻ മരണത്തെ ജയിച്ചവൻ, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാവുന്നു, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാവുന്നു. ഈ പുനരുദ്ധാനം എങ്ങനെയാണ്? ക്രിസ്തു തന്നെ പുനരുദ്ധാനം. ക്രിസ്തു നമ്മളിൽ വസിച്ചാൽ നമുക്ക് പുനരുദ്ധാനമുണ്ട്. അപ്പോൾ പുനരുദ്ധാനം നടക്കാത്ത അവസ്ഥ എന്താണ്? ഇത് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഈ വാക്യം പഠിക്കും, ബുദ്ധിയിൽ കയറിയിരിക്കും, അങ്ങ് വിശ്വസിക്കും, ഒരു ഫലമില്ല. നിങ്ങളുടെ സോള് അത് മനസ്സിലാകാത്തോളം അതിൽ വിശ്വസിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ഇതെല്ലാം നമുക്ക് മുന്നോട്ട് പഠിക്കാനുണ്ട്. അപ്പം ഞാൻ നിങ്ങളെ ഒന്ന് പ്രിപ്പയർ ചെയ്യാണ്. 8-ാം അധ്യായത്തിൽ കൂടെ നമുക്ക് ഒരു ദീർഘസഞ്ചാരമുണ്ട്. 8-ാം അധ്യായം കഴിയുന്നതോടുകൂടെ കർത്താവിൻ്റെ കാഹളനാദം കേട്ട് പെർഫെക്റ്റ് ആയിട്ട് ക്രിസ്തു എന്ന തലയോളം വളർന്നവരായിട്ട് ഹല്ലേലൂയ എന്ന് പാടി ധൈര്യത്തോടു കൂടെ നിൽക്കാൻ നിങ്ങൾക്ക് പ്രാപ്തിസായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി ഒരു പ്രിപ്പറേഷനാണ് ഇന്നത്തെ ക്ലാസ്. നിങ്ങളുടെ അവസ്ഥ ഇപ്പോഴത്തെ എങ്ങനെയാണ്? ക്രിസ്തുവിൽ വസിക്കേണ്ട അവസ്ഥകൾ എങ്ങനെയാണ്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളെ തന്നെയും അതിൻ്റെ പൂർണ്ണ സൊല്യൂഷനായിരിക്കുന്ന ക്രിസ്തുവിനെയും വെളിപ്പെടുത്തുന്നത്? ഓരോ സബ്ജക്റ്റിലും നിങ്ങളുടെ വീക്ക്നെസ് എന്താണ്, നിങ്ങളുടെ ഫ്ലഷിൻ്റെ ഡിസയേഴ്സ് എന്താണ്, നിങ്ങളുടെ സെൽഫ് എന്താണ്, നിങ്ങൾ എത്രത്തോളം രൂപാന്തരപ്പെട്ടിട്ടുണ്ട്, ഇനി എത്ര രൂപാന്തരപ്പെടാൻ ബാക്കിയുണ്ട്. ചില സ്വഭാവങ്ങൾക്ക് നിങ്ങൾക്ക് രൂപാന്തരം വന്നു, എന്നാൽ ചില സമയത്ത് നിങ്ങൾ ടെംപ്റ്റായി പോകുന്നു. പെട്ടെന്ന് ഒരു കാര്യം വന്നു, നിങ്ങൾ ടെംപ്റ്റ് ആവും. ദൈവം അത് കണക്കിടുന്നില്ല. അത് ഒരു ഇമോഷനിൽ വന്നതാണ്. പക്ഷെ നിങ്ങളുടെ വില്ല് എന്തിനാണ്? ചില കാര്യങ്ങളുണ്ട്, ഞാൻ വിട്ട് കളയില്ല. പാസ്റ്റർ എത്ര പറഞ്ഞാലും ഞാൻ വിട്ട് കളയില്ല. അതിന് 10,000 ഉപദേശങ്ങൾ കൊണ്ടുവരാം, 100 കണക്കിന് ഉപദേശങ്ങൾ കൊണ്ടുവരാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വലിയ ദേവദാസ് എന്ന് പേര് പറയുന്നത് ഒരു വലിയ ജോക്ക്, ഞാൻ ഇന്ന് വരെ കേൾക്കാത്തൊരു ജോക്ക് കേട്ടു. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ തന്നെ കേട്ടതാണ്. പുതിയ നിയമസഭ ജാതികളിൽ നിന്ന് മാനസാന്തരപ്പെട്ട് വന്നവരോട് എന്താ പറഞ്ഞിരിക്കുന്നത്? രക്തം, പരസംഗം, ശ്വാസം മുട്ടി ചത്തത്, ഇത് മാത്രം വർജിക്കണം, വേറെ ഒരു നിർബന്ധവും അവരെ മേൽ ചുമത്തുന്നില്ല എന്ന് കേരളത്തില് തിരുവനന്തപുരം തുടങ്ങി കണ്ണൂർ വരെയും ദീർഘമായി സഞ്ചരിച്ച് പ്രസംഗിക്കുന്ന ഒരു പ്രാസംഗികൻ, ഒരു പഠിപ്പിക്കുന്നവൻ പഠിക്കുന്നത് ഞാൻ സ്വന്തം ചെവിക്കൊണ്ട് അദ്ദേഹത്തിന്റെ സ്വന്തം വാക്കുകളിൽ കൂടെ കേട്ടതാണ്. ജാതികളിൽ നിന്ന് മാനസാന്തരപ്പെട്ട് വരുന്നവർക്ക് ജെറുസലേം കൗൺസിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? പരസംഗം, ശ്വാസം മുട്ടിച്ചത്തത്, വിഗ്രഹാർപ്പിതം, ഇത് 3 വർഷിക്കണം എന്നല്ലാതെ വേറൊരു നിർബന്ധം ഞങ്ങൾ ചുമത്തുന്നില്ല. അതുകൊണ്ട് ആഭരണം ധരിക്കുന്ന വിഷയം ഞങ്ങൾ ചുമത്തുന്നില്ല. അമേരിക്കയിൽ നിന്നുള്ള സഹോദരിമാരെ ആഭരണത്തോടുകൂടെ സ്നാനപ്പെടുത്തിയതിനു ശേഷം അത് ജസ്റ്റിഫൈ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ കള്ളു കുടിക്കരുത് നിർബന്ധിക്കാമോ? വിഗ്രഹാർപ്പിതം, ശ്വാസം മുട്ടിച്ചത്തത്, പരസംഗം, ഈ 3 കാര്യങ്ങൾ മാത്രമല്ലേ പാടുള്ളൂ? തീരുകൾ പോകുന്നത് കണ്ടോ? സാധാരണ പാസ്റ്റർ അല്ല, വലിയ വലിയ ഉപദേഷ്ടാവ്. തിരുവനന്തപുരം തുടങ്ങി കണ്ണൂർ വരെ പ്രസംഗിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ജോക്കുകള് സാധാരണരല്ല, PhD എടുത്ത വലിയ വലിയ പേര് കേട്ട ദേവദാസന്മാരെന്ന് പേര്. ഇവരും ദൈവദാസന്മാരല്ല ആയിരുന്നു ഒരു കാലത്ത്. ഇപ്പം മറ്റവന്റെ കെണിയിൽ പെട്ടു, ഇപ്പൊ അവന് സർവൻസാ. ഇതൊക്കെ ഞാൻ പറഞ്ഞത് നമ്മൾ ടെംപ്റ്റായിട്ട് ഇരിക്കുമ്പോഴായിരിക്കും. നിങ്ങൾ ഇന്നലെ വന്നു, നിങ്ങളുടെ പേരത്ത് കൂടെ എത്ര പേരുണ്ട്? ഇത് കേരളത്തിന്റെ തിരുവനന്തപുരം തുടങ്ങി കണ്ണൂർ വരെ പ്രസംഗിക്കുന്ന ഗ്രേറ്റ് സെർവന്റ് ഓഫ് ഗോഡ് പറഞ്ഞിരിക്കുന്നത് വിഗ്രഹാർപ്പിതം, ശ്വാസം മുട്ടിച്ചത്, പരസംഗം ഒഴികെ വേറെ എനിക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. എനിക്ക് മദ്യം കുടിക്കാം, റമ്മ വേണമെങ്കിൽ അടിക്കാം, ബിസ്കി വേണമെങ്കിൽ അടിക്കാം, പക്ഷെ പരസംഗം ചെയ്യരുത്, വിഗ്രഹാർപ്പിതം തിന്നരുത്, ശ്വാസം മുട്ടിച്ചതിന് തിന്നരുത്, ബാക്കി എനിക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. നിങ്ങളാരാ പറയാ? ഇത്തരം കാര്യങ്ങൾ നടക്കുന്ന സമയമാണ് കേരളത്തിൽ. വിദേശത്തെ കാര്യം ഞാൻ പോകുന്നില്ല. എൻ്റെ സ്വന്തം ചെവി കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഡയറക്റ്റ് ശബ്ദം കേട്ടതാണ്. അതുകൊണ്ട് നിങ്ങളുടെ നിങ്ങളുടെ കവനൻ്റ് ആരുമായിട്ടാ? ഞാനുമായിട്ടല്ല, ഒരു ദേവദാസനുമായിട്ടല്ല, ഒരു ഡിനോമിനേഷനുമായിട്ടല്ല, ഉയർത്തെന്നവരാണ് ക്രിസ്തുവും നിങ്ങൾ വ്യക്തിപരമായിട്ട്. അന്ന് നാളെ പറഞ്ഞേക്കല്ലേ എന്നെ പഠിപ്പിക്കാൻ പരിശുദ്ധാത്മാവുണ്ട്, ഇനി ഉപദേഷ്ടക്കന്മാരെ എനിക്ക് ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ 5 വിധ ശുശ്രൂഷകൾ ഒരു ശുശ്രൂഷയും കൂടി ഉണ്ടല്ലോ. എന്താ? ഉപദേഷ്ടാവ്. താൻ സ്വന്തം രക്തത്തെ സമ്പാദിച്ച സഭയെ മേയിപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ വരമേൽപ്പിച്ച സഭയെ സൂക്ഷിക്കണം, ജാഗരിക്കണം. അതാണ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് കുട്ടി.
അപ്പോൾ നമുക്ക് ഒത്തൊരുമിച്ച് കൊണ്ട് റോമാലേഖനം 8-ാം അധ്യായത്തിൽ കൂടെ സഞ്ചാരമുണ്ട്. അതിനൊരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളൂ. ദൈവകർത്താവ് നമ്മൾ ഏവരെയും അതിനായിട്ട് ഒരുക്കട്ടെ. നല്ലൊരു ഒരുക്കം ആവശ്യമാണ്. കർത്താവെ, എനിക്ക് നിൻ്റെ വരവെങ്കിൽ എൻ്റെ ആത്മാവും പ്രാണനും ശരീരവും അനന്യമായിട്ട് പൂർണ്ണമായിട്ട് വെളിപ്പെടണം. എന്നെ സഹായിക്കണമേ. ഞാൻ തീർത്തും ബലഹീനനാണ് ഈ വിഷയത്തിൽ, ബലഹീനയാണ് ഈ വിഷയത്തിൽ. പ്ലീസ് ഹെൽപ്പ് മീ എന്നൊരു നല്ല സമർപ്പണം ഉണ്ടെങ്കിൽ കർത്താവ് കരം പിടിച്ച് നടത്തും. നമുക്ക് ആ സ്നേഹത്തോടു കൂടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ നിത്യമായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നിൻ്റെ പ്രസൻസിനായ സ്തോത്രം. ഈ ശബ്ദം കേൾക്കട്ട ഇനിയും കേൾക്കുന്ന ഓരോ വ്യക്തികളിലും നിൻ്റെ പ്രസൻസിനെ വെളിപ്പെടുത്തി, നിൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തി ജീവിക്കുമാറാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കരുതലിനായ സ്തോത്രം. ഇസ്രായേലിലെ നിൻ്റെ നാമത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇനി കേൾക്കുന്ന ജനത്തെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. താങ്ക് യു.